സച്ചിദാനന്ദന് അനുസ്മരണം അർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് മൗനമാണ്. കാർഗിൽ യുദ്ധത്തിൽ മരിച്ചവർക്ക് വേണ്ടി ഒരു നിമിഷം. ഈശ്വര പ്രാർത്ഥന സജി നായർ. വന്ദേ മാതരം വന്ദേ മാതരം സുജലാം സുഫലാം മലയത് ശീതലാം സസ്യശ്യാമളാം മാതരം വന്ദേ മാതരം വന്ദേ മാതരം. സ്വാഗത പ്രസംഗത്തിനായി മലയാളം ന്യൂസ് നെറ്റ്വർക്ക് കോർഡിനേറ്റർ ശാന്തിവിള പത്മകുമാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ കേണൽ അർജിത് നായർ സാർ, ജഡ്ജി പഞ്ചാബ് യേശൻ സാർ, ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ വിളപ്പിൽ രാധാകൃഷ്ണൻ സാർ, നേം പുഷ്പരായേട്ടൻ, ഗോപാൽജി, ശരണ്യ, ഇന്ന് കാർഗിൽ ദിനത്തിൻ്റെ 26ാം വർഷമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജൂലൈ 26 കാർഗിൽ ദിനം വരുന്നത്. അതുപോലൊപ്പം തന്നെ 26 വർഷവുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിൽ കൂടുതലും കുറച്ച് സൈനികരാണ് വന്നിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല, കേണൽ സാർ തന്നെ ഉള്ളതുകൊണ്ട് അദ്ദേഹം പറയും. എങ്കിലും നമുക്ക് മനസ്സിലാക്കാനുള്ളത്, നമ്മളെ ഇപ്പോൾ നടന്ന പഹൽഗാം സംഭവങ്ങൾ നമ്മൾ അറിഞ്ഞു. പക്ഷെ ഞാൻ ഒറ്റ കാരണം പറയാം. നമ്മളെ സൈനികരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തിന് വേണ്ടി, ഐക്യതയ്ക്ക് വേണ്ടി എല്ലാം ഏകകണ്ഠമായി ഐക്യത്തോട് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് സൈനികർ. അതിൻ്റെ ഞാനൊരു ഉദാഹരണം മാത്രം പറയാം. അത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ നിർത്താം. അതായത് 1999 ജനുവരി മാസം അടുപ്പിച്ചിട്ട് നമ്മുടെ പ്രധാനമന്ത്രി വാജ്പേയിയും നവാബ് ഷെരീഫുമായിട്ട് വാഗാ ബോർഡറിൽ വെച്ചിട്ട് ഒരു ചർച്ച നടന്നു. ചർച്ച നടന്നത് എന്താണ്? അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒന്നിച്ചു പോകണമെന്നുള്ള രീതിക്ക് വേണ്ടിയായിരുന്നു ചർച്ച. അത് അന്താരാഷ്ട്ര ലോകത്തുള്ള എല്ലാ ചാനലുകളും പബ്ലിസിറ്റി ചെയ്യുകയും ചെയ്തു. പക്ഷേ ഈ സമയത്ത് എല്ലാവരും കൈകൊടുത്തു. ബസ്സിലാണ് പോയത്, വാജ്പേയിയും അവിടെ നവാബ് ഷെരീഫും. വന്നതിന് ശേഷം, ഇതെല്ലാം കണ്ടതിന് ശേഷം ഒരാൾ ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ആളാണ് പർവേസ് മുഷറഫ്. അദ്ദേഹം ഇതെല്ലാം കണ്ട് കാർഗിലും ദ്രാസ് മേഖലയിലുമൊക്കെ പാകിസ്ഥാൻ്റെ തീവ്രവാദികളെയൊക്കെ ഇങ്ങോട്ട് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. പിന്നീടാണ് നമ്മുടെ ഇന്ത്യയിൽ ഈ പ്രശ്നം നടന്നത്. 528 സൈനികരാണ് നമ്മളെ മരിച്ചത്. അപ്പോഴും നമ്മളെ സൈന്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ മരണത്തിലല്ല, ദേശത്തിന് വേണ്ടി നമ്മൾ എന്ത് പ്രവർത്തിച്ചു കഴിഞ്ഞാലും നമ്മൾ ചെയ്യുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് 2 മാസത്തിനകത്ത് തന്നെയാണ് കാർഗിൽ ദ്രാസ് മേഖലയിലെല്ലാം നമ്മൾ ശക്തമായി അറ്റാക്ക് ചെയ്തു. പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്യുകയും ബഹുമാനപ്പെട്ട നമ്മുടെ മുൻ MLA ശരത്ചന്ദ്ര പ്രസാദ് സാർ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ക്ഷമ. അങ്ങനെ കാർഗിൽ ദ്രാസ് മേഖലയിലൊക്കെ ഉണ്ടായ സംഭവങ്ങളിൽ ഏതാണ്ട് 528 സൈനികരാണ് അന്ന് മരണപ്പെട്ടത്. പക്ഷെ അതിനുശേഷം ഇന്ത്യൻ പട്ടാളം ശക്തമായി അറ്റാക്ക് ചെയ്യുകയും മാസങ്ങൾക്കകത്ത് തന്നെ വിജയിക്കുകയും ചെയ്തു. അതാണ് കാർഗിൽ വിജയദിനമായി ഇന്നും കാണുന്നത്, ജൂലൈ 26. അത്തരത്തിലുള്ള സൈനികരാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് പഹൽഗാമിൽ നടന്ന സംഭവങ്ങളിൽ പോലും നമ്മുടെ സൈന്യം ഏത് രീതിയിലാണോ പ്രവർത്തിക്കുന്നതിനകത്ത് രാഷ്ട്രീയം നോക്കാറില്ല. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ എപ്പോഴും
ആരാണോ ഭരിക്കുന്നതോ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല. നമുക്ക് രാജ്യത്തിന് വേണ്ടി, രാജ്യത്തിൻ്റെ ഐക്യതയ്ക്ക് വേണ്ടിയും ഐക്യത്തിന് വേണ്ടിയും ഒന്നിച്ച് പെരുമാറുക എന്നുള്ളതാണ് സൈനികരുടെ. ആ ദിനത്തിൽ ഇന്നത്തെ ദിവസം ജൂലൈ 26 ആ ദിനമാണെന്നുള്ളത് കൂടി ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. എല്ലാ കാർഗിൽ വിജയ ദിനത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇനി എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കട്ടെ. ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് നമുക്കറിയാം കേണൽ ആർ.ജി. നായർ സാറാണ്. സാമാന്യത്തോളം സാറ് ഏതാണ്ട് 1961 തൊട്ട് സാഗർ ഭാഗങ്ങളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഈ സേനയിൽ വരുന്നതിനുള്ളൊരു താല്പര്യം വരികയും അത് പ്രകാരം താല്പര്യം വരികയും ചെയ്തപ്പം അന്നൊരു ഇൻ്റർവ്യൂ നടത്തിയപ്പോഴത്തേക്ക് 48 പേരോളം റാങ്കിലുണ്ടായിരുന്നു. അതിലെ ഒന്നാമത്തെ റാങ്കുകാരൻ ഈ കേണൽ ആർ.ജി. നായർ സാറായിരുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ടുന്നൊരു വിഷയമാണ്. അതിനുശേഷം 65-ലെ 71-ലെ യുദ്ധങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും അങ്ങേർക്ക് അറിയാം. അത്തരത്തിൽ പിന്നെ ഇപ്പം പകൽഗാം സംഭവങ്ങൾ നടന്നപ്പോൾ വിവിധ ചാനലുകളാണ് അദ്ദേഹത്തെ ഇതുമായിട്ട് സംവാദമായിട്ട് ചർച്ചയ്ക്കും വിളിച്ചിരുന്നു. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിനെ ഞാൻ ആർദ്രവുമായി സ്വാഗതം ചെയ്യും. അടുത്തതായി നമ്മുടെ ഉദ്ഘാടനം ചെയ്യുന്നത് ശരത്ചന്ദ്ര പ്രസാദ് മുൻ MLA ആണ്. അദ്ദേഹത്തിനെ പറ്റി അറിയാം. കാരണം ഇത്തരം മേഖലകളിൽ നമ്മൾ വിളിക്കുമ്പോൾ സുപ്രധാനമായ ആൾക്കാരെ തന്നെയാണ് വിളിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മുൻ MLA കൂടിയായ ശരത്ചന്ദ്ര പ്രസാദിനെ ക്ഷണിച്ചത്. അദ്ദേഹത്തിൻ്റെ ജോലികളും കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും എല്ലാ മേഖലയിലും രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് മുൻ MLA. മാത്രമല്ല ബാലജനം സഖ്യത്തിൻ്റെ പരിപാടികളിൽ തന്നെ അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ്. അതുമാത്രമല്ല വിവിധ കാര്യങ്ങൾക്ക് വേണ്ടി പ്രശ്നങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നും രാഷ്ട്രീയം നോക്കാതെ പോരാടുന്ന ഒരു വ്യക്തിയാണ്. എനിക്കതിൽ പോലും അതിശയം വരാറുണ്ട്. ഇപ്പം തന്നെ ഈ DCC രാഷ്ട്രീയ പാർട്ടികൾക്ക് ആർക്കും ബന്ധമായിക്കോട്ടെ, ആ രാഷ്ട്രീയ പാർട്ടികളിലായിക്കോട്ടെ, ഇപ്പോഴും അർഹതപ്പെട്ട സ്ഥാനങ്ങൾ വരാനുള്ള സ്ഥാനങ്ങളുള്ള ആളാണ്. ഒരു DCC പ്രസിഡന്റ് പോലും ആയിട്ടില്ല എന്നുള്ളതാണ്. ഇനിയും ആയിക്കൂടാകുന്നില്ല. പക്ഷേ ആ സ്ഥാനത്തേക്ക് വരാനൊക്കെ താല്പര്യവും ഉള്ള വ്യക്തികൾ തന്നെയാണ്. അത്തരം പേരെ ഞാൻ മകനായ ഈ ശരത്ചന്ദ്ര പ്രസാദിനെ ഞാൻ ആർദ്രവുമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി കേണൽ പഞ്ചാബേഷൻ സാർ, ജഡ്ജി പഞ്ചാബേഷൻ സാറിനെക്കുറിച്ച് ഞാൻ 1-2 ചർച്ചകളിലും സാറ് വളരെ വ്യത്യസ്തനായ ഒരാളാണ്. ഇപ്പം എല്ലാ ഞായറാഴ്ച എഴുതുന്ന അറിയാം കേരളത്തിലെ ചിന്താമൃതം, അതുപോലെ വനിതയിൽ എഴുതുന്ന ജഡ്ജിയായിരിക്കുമ്പോൾ ഇരുന്ന സമയത്തുള്ള ഞാൻ അതിനകത്തൊരു പട്ടാളക്കാരൻ്റെ ഒരു അനുഭവമായതുകൊണ്ട് ഞാൻ പറയുകയാണ്. അഫ്ഗാനിസ്ഥാനിൽ നടന്ന കൂടുതൽ നീട്ടി പറയാൻ എനിക്ക് പറ്റില്ല. അഫ്ഗാനിസ്ഥാനിൽ നടന്ന സമയത്ത് ഒരാളിനെ തീവ്രവാദികൾ അയാളെ കഴുത്തറുത്ത് കൊന്നായിരുന്നു. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരാൾക്കും ജോലി കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം അഫ്ഗാനിസ്ഥാൻ കൊന്നതാണ്, സൈനികനാണ്, PSFകാരനാണ്. പക്ഷേ ഇവിടെ വന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് അദ്ദേഹം ജഡ്ജി എന്നുള്ള രീതിയിലല്ല, ചെങ്ങന്നൂർ സബ് ജഡ്ജാണ്, പക്ഷേ ജഡ്ജി എന്നുള്ള നിലയിലല്ല. അദ്ദേഹം ഒരു സാധാരണക്കാരനെന്ന രീതിയിൽ ഇതിനു വേണ്ടി അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ജോലിക്ക് വേണ്ടി ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ ഞാനത് ജോലിക്ക് വേണ്ടി ശ്രമിച്ചു എന്ന് പറയാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഴുത്തകത്ത് മരണപ്പെടുമ്പോൾ അതിനകത്ത് ഒരുപാട് തെളിവുകൾ വേണ്ടി വരും. ഈ തെളിവിൻ്റെ എല്ലാം മനസ്സിലായിക്കൊണ്ട് തന്നെ അദ്ദേഹം ഡൽഹിയിലും കേന്ദ്രത്തിലും ഒക്കെ എഴുതി അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ജോലി വരെ ഒപ്പിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞത് പട്ടാളക്കാരൻ്റെ അനുഭവത്തിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത്രത്തോളം ഇന്നും അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ നല്ലതാണ്. അദ്ദേഹം ഒരിക്കൽ ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് ഞാൻ ഇന്നും ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ജഡ്ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇതല്ല, ഞാൻ ടേബിളിൽ ഇവിടെ മുകളിൽ ഇരിക്കുക എന്നുള്ളതല്ല, എനിക്ക് എൻ്റെ എതിരെ ഇരിക്കുന്ന ആൾക്കാരെ നോക്കണം, അവർ ചെയ്യുന്നത് എന്താണോ എന്നും കൂടെ നോക്കണം. അല്ലാതെ എൻ്റെ മുകളിൽ ഇരിക്കുന്നതാണ് ജഡ്ജി എന്നുള്ളത് മാത്രമല്ല ഞാൻ നോക്കുന്നത്. അത്തരത്തിൽ നല്ല നിഷ്കളങ്കനായ ഒരു പ്രവൃത്തിയുള്ള ഒരു വ്യക്തി കൂടിയാണ് ജഡ്ജി പഞ്ചാബേഷൻ സാറിനെ ഞാൻ ആർദ്രവുമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ നമ്മുടെ വിളപ്പിൽ രാധാകൃഷ്ണൻ സാറാണ്. അദ്ദേഹം നമ്മുടെ പ്രവർത്തനങ്ങളിലെല്ലാം വളരെ സജീവമാണ്. ഈ അടുത്ത കാലത്ത് അവിടെ വിളപ്പിൽ ഒരു സ്കൂളിൻ്റെ ഒരു പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ തവണ തന്നെ അവിടെ ഒരു കുട്ടികളുടെ ഒരു പ്രശ്നം വന്നപ്പോൾ തന്നെ അപ്പോഴേ തന്നെ ഒരു പരിഹാരം കണ്ടെത്തി ആ സ്കൂളിലുള്ള സെറ്റപ്പിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. അന്ന് വലിയ ചർച്ചയായതാണ്. അദ്ദേഹം ഒരു കൊച്ചു കുട്ടി വന്ന് പറഞ്ഞു ഇങ്ങനെ ഈ സ്കൂൾ കെട്ടിടങ്ങൾക്ക് അതും ഇതും വേണം, മേൽക്കൂരയൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് ചെയ്ത് അത് പരിഹാരം ഉണ്ടാക്കുക മാത്രമല്ല അതെല്ലാ പത്രങ്ങളിലും വന്നതും കൂടെയാണ്. അദ്ദേഹത്തിന് വിളപ്പിൽ രാധാകൃഷ്ണൻ സാറിനെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ നേമം പുഷ്പരായട്ടനെ കുറിച്ച് പറയേണ്ടതില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ബനാറസ്, ഗൗരീശങ്കരം തുടങ്ങിയ സിനിമകൾ ഇപ്പോൾ ഇറങ്ങിയ 2ാമത്തെ സിനിമ, അത് മാത്രമല്ല നമ്മുടെ ലളിതകലാ അക്കാദമി ചെയർമാൻ കൂടിയായിരുന്ന അദ്ദേഹം
വളരെ ഈ സിനിമയിലൊക്കെ നമുക്കറിയാം, ഓരോരുത്തരുടെ ഓരോ രീതികളെ നമുക്കറിയാം. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എല്ലാ രീതിയിലും എല്ലാവരുമായിട്ട് സൗമ്യമായി ഇടപെടുന്ന എൻ്റെ നാട്ടുകാരൻ കൂടി ആയതുകൊണ്ട് എനിക്കറിയാം, വളരെ എല്ലാവരും ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നേമം പുഷ്പരാജേട്ടൻ. അദ്ദേഹത്തിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ അടുത്ത നമ്മുടെ ഗോപാൽജിയെക്കുറിച്ച് അറിയാം. ഹിന്ദു ധർമ്മപരിഷത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ്. സ്വദേശി ഉൽപ്പന്നങ്ങളുടെ പ്രചരണത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച വ്യക്തി കൂടിയായ, പ്രത്യേകിച്ച് കോഴിക്കോട്ടുകാരനാണെങ്കിലും തിരുവനന്തപുരം സെറ്റിലായ ശ്രീ ഗോപാൽജിയെ ഞാൻ ആർദ്രവുമായി സ്വാഗതം. നമ്മുടെ ഡോക്ടർ ശ്രീരാജ് കൃഷ്ണൻ പോറ്റി അഖിലതന്ത്രി പ്രചാരക് സഭ ദേശീയ ചെയർമാനാണ്. അദ്ദേഹം നമ്മുടെ സജീവമായ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഞാൻ ആർദ്രവുമായി സ്വാഗതം ചെയ്യുന്നു. ബാക്കി നമ്മുടെ ഇവിടെ എത്തിയിരിക്കുന്ന കൂടുതലും സൈനികരാണ്. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞോടെ നമ്മളൊരു പരിപാടി നടത്തിയതാണ്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പം വരാത്തതെന്ന് കാരണമെന്ന് പറഞ്ഞാൽ മറ്റൊന്നും കൊണ്ടല്ല, എല്ലാവർക്കും നിരവധിയായ കാര്യങ്ങൾ പ്രത്യേകം പെട്ടെന്ന് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ സംഭവിച്ചത്. പക്ഷേ എങ്കിലും സൈനികരെ സംബന്ധിച്ചിടത്തോളം കാർഗിൽ ദിനമാണ്. ആ ദിനത്തെ ഓർത്തുകൊണ്ട് ഇന്നും എത്തിച്ചേർന്ന എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേറെ ഒരു മീറ്റിംഗ് ഉണ്ട്. ബഹുമാനപ്പെട്ട MLA ശരൺപ്രസാദ് സാറിനെ ക്ഷണിക്കുന്നു. കേണൽ RG നായർ, ഞങ്ങൾ ഒരുപാട് പരിപാടികൾ ഒരുമിച്ച് കണ്ടുമുട്ടുന്നവരാണ്. ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നില്ല. വേദിയിലിരിക്കുന്ന അതിഥികളെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, ദേശാഭിമാനികളെ, പേര് പറയേണ്ടതിനകത്ത് എല്ലാവരും പരിചയക്കാരാണെങ്കിലും പഞ്ചാബ് ഏകദേശം ഞങ്ങൾ ബാല്യകാല സുഹൃത്തുക്കളും ഒരുമിച്ച് കോളേജിൽ പഠിച്ച ആളുകളും ഒരുപാട് ചരിത്രം കുറിക്കുന്ന സ്മരണകളുള്ള ആളുകളാണ് ഞങ്ങൾ. കുടുംബ സുഹൃത്തുക്കളും അത്രത്തോളം. പഞ്ചാബേശൻ്റെ അച്ഛനൊരു പോലീസ് ഓഫീസറായിരുന്നു. ഞങ്ങൾ കോളേജ് വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് തന്നെ അച്ഛനെ നഷ്ടപ്പെട്ടതാണ്. പക്ഷേ അമ്മ വളരെ കഠിനമായി ഒക്കെ പ്രയത്നിച്ച് പഞ്ചാബേശൻ്റെ കഠിനാധ്വാനം കൊണ്ട് ഒരുപാട് തലങ്ങളിലെത്താൻ കഴിഞ്ഞ ആളാണ്. ഞാനത് എൻ്റെ ഒരു സ്വാർത്ഥത കൊണ്ടാണ് പഞ്ചാബേശനെ കുറിച്ച് പറഞ്ഞത്. ബാക്കിയുള്ളിടത്തുകൾ എൻ്റെ ബഹുമാനമെല്ലാം ഉള്ള നിലനിർത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ അത്ര അടുത്ത ആത്മബന്ധമുള്ളവരാണ്. ഞാൻ ദീർഘമായി ഒന്നും പറയുന്നില്ല, കാരണം അധ്യക്ഷനാണ് ഇന്ന് യഥാർത്ഥത്തിൽ ഈ കാർഗിൽ വിജയ ദിവസത്തിൽ ഉള്ളിൽ തട്ടി വികാരനിർഭരമായി നിങ്ങളോട് വർത്തമാനം പറയേണ്ടത്. പക്ഷേ എനിക്ക് 3:30 മണിക്കൊരു തൊഴിലാളികളുടെ പ്രകടനവും 4:15 മണിക്ക് അതിൻ്റെ സമ്മേളനം. ഞാൻ പ്രസിഡൻ്റായിട്ടുള്ളതാണ്, ഞാനാണ് അധ്യക്ഷൻ. ഞാനിപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫീസിൻ്റെ അവിടെ വന്ന് ഞാൻ ദയ വരുന്നു എന്ന് പറഞ്ഞിട്ട് അവരെല്ലാം ബാനർ പിടിച്ചവിടെ നിൽക്കുകയാണ്. മഴ വരുന്നതിന് മുമ്പ് അവിടെ എത്തുകയും ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഇരിക്കുമ്പോൾ തന്നെ അധ്യക്ഷനെ ഞാൻ ഒന്ന് സ്വാധീനിച്ചത്. അധ്യക്ഷനെ സ്വാധീനിച്ചാണ് എൻ്റെ ഒരു അത്യാവശ്യം അറിയാമെന്നുള്ളത് കൊണ്ട് അദ്ദേഹം എനിക്ക് അനുമതി തന്നു. അതുകൊണ്ടാണ് ഞാൻ അധ്യക്ഷ പ്രസംഗത്തിന് മുമ്പ് എൻ്റെ ഉദ്ഘാടന പ്രസംഗം നടത്തും. ഉദ്ഘാടന പ്രസംഗം സാങ്കേതികമായി ഒരു ഉദ്ഘാടന പ്രസംഗമാണ്. ഈ കാർഗിൽ യുദ്ധത്തെക്കുറിച്ചും അതിനുശേഷം ഏറ്റവും ഒടുവിൽ നടന്ന പഹൽഗാം അടക്കമുള്ള വിഷയങ്ങളിലൊക്കെ ചില കാര്യങ്ങളിൽ നമ്മൾ ഇന്ത്യക്കാരുടെ ഒരു പ്രത്യേകത, നമ്മൾ പട്ടാളക്കാരോടും സൈനികരോടും കർഷകരോടും എന്നും നമ്മുടെ ഒരു സംസ്കാരം അത്ര ആത്മബന്ധമുള്ളൊരു സംസ്കാരമാണ്. സൈനികരോടും കർഷകരോടും. അതാണ് നമ്മൾ പണ്ട് ജയ് ജവാൻ ജയ് കിസാൻ എന്നൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ വിളിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ രാജ്യം ഒരു കർഷക രാജ്യമാണ്. സ്വാഭാവികമായി കർഷകർക്ക് കൊടുക്കുന്ന ഒരു അഭിവാദ്യവും ഒരു പിന്തുണയുമുണ്ട്. പിന്നെ ജവാന്മാരെ കുറിച്ച് പറഞ്ഞാൽ നമുക്കൊരു എന്നും ഒരു വികാരമാണ്. ഞാനൊക്കെ സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ
ഒരു പട്ടാളക്കാരനെ കാണുക എന്ന് പറയുന്നതൊക്കെ നമുക്കൊക്കെ ഒരു വലിയൊരു അല്ലേ ഒരു ദേശാഭിമാനം തുളുമ്പുന്ന ഒന്നാണ്. അറിയാതെ നമ്മൾ ജയ് ഹിന്ദ് പറഞ്ഞു പോകും. ഇപ്പോഴും നമ്മുടെ മിലിറ്ററി സിസ്റ്റത്തിനകത്ത് എപ്പോഴും ഞാൻ ഇന്നലെയും 2025 ഇറങ്ങിയ ഒരു പുതിയ ഹിന്ദിയിലും മലയാളത്തിലും ഇറങ്ങിയ നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഒരു സിനിമ ഇന്നലെ രാത്രി ഞാൻ കണ്ടതാണ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള. എല്ലാം അതിനകത്ത് ഓരോ ഉദ്യോഗസ്ഥന്മാരും വർത്തമാനം പറയുമ്പോഴും നമ്മൾ നമസ്തേ പറയുന്ന പോലെ ജയ് ഹിന്ദ് പറഞ്ഞു പോകുന്ന കാണുമ്പോൾ ജയ് ഹിന്ദ് സാർ എന്നൊക്കെ പറയുമ്പോൾ അറിയാതെ നമ്മളും ഒരു പട്ടാളക്കാരനായി പോകുന്നത് ആ ഒരു വീര്യം നമ്മുടെ മനസ്സിൽ വരികയാണ്. അപ്പോൾ എന്നും നമ്മുടെ രാജ്യങ്ങൾ, ഏതു രാജ്യങ്ങളാണെങ്കിലും രാജ്യങ്ങൾക്ക് ദേശീയബോധം ഉണ്ടാകുന്നത് പലപ്പോഴും രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാകുന്ന സമയത്താണ്. പിന്നെ നമ്മൾ ഈ ക്രിക്കറ്റ് കളിയൊക്കെ കാണുന്ന സമയത്താണ് നമ്മുടെ ദേശീയബോധമൊക്കെ ഉയർന്നു വരുന്നത്. പക്ഷേ യുദ്ധമുണ്ടാകുന്ന സമയത്ത് നമുക്കൊരുപാട് രാഷ്ട്രീയം കാണും, ജാതി കാണും, മതം കാണും, വർണ്ണം കാണും, കുലം കാണും, ഗോത്രങ്ങൾ കാണും. പക്ഷേ ശത്രുരാജ്യമായി ഒരു യുദ്ധമുണ്ടാകും അറിയാതെ നമ്മുടെ ദേശീയബോധം, അവിടെ ആര് ഭരിക്കുന്നു, ആര് പ്രതിപക്ഷത്തിരിക്കുന്നു എന്നൊന്നുമല്ല, അവിടെ നമ്മുടെ വികാരം ഉണരും. അതുകൊണ്ടാണ് പഴയ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം കഴിഞ്ഞപ്പോൾ ആരാധ്യനായ വാജ്പേയി അല്ലേ സഭയ്ക്കകത്ത് പറഞ്ഞു ഇന്ദിരാഗാന്ധി ഒരു ദുർഗയാണെന്ന് പറഞ്ഞു. അവിടെയാണ് അത് അദ്ദേഹം വാജ്പേയി അന്ന് ആ എല്ലാ വികാരത്തോടെയും അന്ന് സഭയ്ക്കകത്ത് ആ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിവരിക്കാൻ വാജ്പേയിക്കാണ് അന്ന് അതിന് അവസരം കൊടുത്തത്. ആ ഒരു വികാരം അതുതന്നെയാണ്. പിന്നെ കാലം മാറുമ്പോൾ ഒരുപാട് കാര്യങ്ങളിലൊക്കെ മാറ്റം വരും. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ നമ്മുടെ സുഹൃത്തിനോട് പറയുകയായിരുന്നു, നമ്മളിപ്പോൾ ഏറ്റവും ഒടുവിലായി നമ്മൾ പഹൽഗാമിൽ നമ്മുടെ തീവ്രവാദികൾ വന്ന് നമ്മുടെ ചില ആളുകളെ കൊന്നു, നമ്മൾ പാകിസ്ഥാനെ നമ്മൾ തിരിച്ചടിച്ചു. ആ രാത്രികളിലൊക്കെ, ആ യുദ്ധം നടക്കുന്ന രാത്രികളിലൊക്കെ നമ്മളൊക്കെ ഉറക്കമെഴിച്ചിരുന്നാണ് ആ യുദ്ധം നടക്കുന്ന രംഗങ്ങളൊക്കെ വാസിച്ചത്. അത് നമ്മുടെ ഒരു വികാരമാണ്. പക്ഷേ ഒറ്റ പ്രശ്നം, നമ്മുടെ വീട്ടിനകത്തൊരു പാമ്പ് കയറി, നമ്മൾ പാമ്പിനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു, വീടിൻ്റെ ചുറ്റിനും നമുക്ക് പറ്റുന്ന പ്രയോഗമെല്ലാം നടത്തി, പാമ്പ് പോയോ ഇല്ലയെന്ന് നമുക്കറിയില്ല. ആ വീട്ടിൽ ജീവിക്കുന്ന നമുക്കപ്പോൾ മനസ്സിൽ എവിടെ നോക്കിയാലും അവിടെ പാമ്പുണ്ടോ ഇവിടെ പാമ്പുണ്ടോ എന്ന് നമുക്കറിയാൻ തോന്നിപ്പോകും. അതുപോലെ നമ്മുടെ ആളുകളെ, പ്രത്യേകിച്ച് ആ യുദ്ധത്തിന് നമ്മൾ പേരിട്ടത് തന്നെ സിന്ദൂരെന്നാണ്. നമ്മുടെ സ്ത്രീകളുടെ മാനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ഭീകരവാദികൾ നമ്മുടെ ആളുകൾ, നമ്മുടെ ഇന്ത്യക്കാരെ വെടിവെച്ചു കൊന്നത്. അപ്പോൾ ആ വെടിവെച്ചെന്ന ആളുകളെ നമ്മൾ ഒരുപാട് പാകിസ്ഥാനിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധവിമാനങ്ങൾ അങ്ങനെ പറഞ്ഞു, ഇത്രയാൾ മരിച്ചു, ഇത്ര പേരെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞാലും അവിടെയും നമുക്ക് ഒരു മേൽക്കൈ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു അഭിമാനം ഉണ്ടാവും. ഇത് തന്നെ കാർഗിൽ യുദ്ധത്തിൻ്റെ കാര്യത്തിലും, കാർഗിൽ യുദ്ധത്തിൽ മെയ്യിൽ തുടങ്ങി ജൂലൈ 26 അവസാനിച്ച ആ യുദ്ധത്തിൽ നമ്മൾ ജയിച്ചു എന്ന് ലോകരാജ്യങ്ങളെല്ലാം അംഗീകരിച്ചിട്ടുണ്ട്. വ്യോമസേനയുടെ സഹായത്തോടെ നമ്മുടെ കരസേന അടക്കമുള്ള ആളുകൾ നടത്തി നമ്മൾ നേടിയ യുദ്ധം നമ്മൾ ജയിച്ചു. പക്ഷേ പാകിസ്ഥാന് അവർക്ക് കാഷ്വാലിറ്റി ഉണ്ടായി, അവർക്ക് പരാജയമായിരുന്നു എന്ന് 25 കൊല്ലം എടുത്തു അവർക്ക് തുറന്ന് അംഗീകരിക്കാൻ. അവരുടെ ഒരു പട്ടാളക്കാരുടെ ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുമ്പോഴാണ് അവർ പറയേണ്ടി വന്നത്. കാർഗിൽ യുദ്ധം എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ മൈക്കിൻ്റെ മുമ്പിൽ നമുക്ക് കാർഗിൽ യുദ്ധം നമുക്ക് അഭിമാനം എന്നൊക്കെ പറയാം. -30 ഡിഗ്രിയിലാണ് നമ്മുടെ പട്ടാളക്കാർ അവിടെ ഉറക്കമെടിച്ചിരുന്ന്. എന്താണ് വേർപ്പെന്ന് പറഞ്ഞ സാധനത്തെ കുറിച്ച് ആലോചിക്കേണ്ടതില്ല. നമുക്ക് വിസർജനം നടത്തുന്നത് പോലും എങ്ങനെ എന്ന് ആലോചിക്കേണ്ട ഒരു -30യിലാണ് നമുക്കിവിടെ ഇരിക്കുന്ന മിലിറ്ററിയിൽ സേവനം നടത്തിയ ആളുകളുണ്ട്. അല്ലാത്ത ആളുകൾ നമ്മളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ജവാന്മാർ എത്ര ത്യാഗങ്ങളാണ് നേരിടേണ്ടി വരും, എത്ര ത്യാഗമാണ് എടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ആ കാർഗിൽ യുദ്ധ സമയത്ത് ഇത്രയും മഞ്ഞുമലകളുടെ മുകളിൽ
ആ കാർഗിൽ എന്ന് പറയുന്ന ആ ജില്ല, കാർഗിൽ ജില്ലയാണ്. ആ ജില്ലയുടെ അതിർത്തി എന്ന് പറയുന്നത് ഇതെല്ലാം നമ്മുടെ ലൈൻ ഓഫ് കൺട്രോൾ വരുന്ന അല്ലേ പ്രദേശമാണ്, അതിൻ്റെ തൊട്ടടുത്ത പ്രദേശമാണ്. വളരെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണ്. അപ്പോൾ കാർഗിൽ യുദ്ധത്തിൽ നമ്മൾ ഉണ്ടായ അഭിമാനകരമായ ഒരു നേട്ടം, അത് നേട്ടം എന്നും നമ്മൾ ഉയർത്തിപ്പിടിക്കുക തന്നെയാണ്. അപ്പോൾ ഇങ്ങോട്ട് നമ്മൾ പാകിസ്ഥാനുമായിട്ടാണ് നമ്മൾ യുദ്ധം ചെയ്ത്, ഈ നേരത്തെ ചൈനയുമായി യുദ്ധം ചെയ്തപ്പോൾ ഉണ്ടായ നമുക്കൊരു ക്ഷീണമുണ്ടായ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഇന്ത്യക്കാരായ നമ്മൾ ആലോചിക്കേണ്ട കാര്യമുണ്ട്. നമ്മുടെ അതിർത്തി ഇപ്പോഴും നമ്മുടെ ശത്രുക്കൾ പല രാജ്യങ്ങൾ ചെറുതും വലുതുമായി കൈകോർക്കുന്ന തരത്തിലേക്ക്, പല തരങ്ങളിലേക്ക്, നമ്മൾ ഈ ഒറ്റയ്ക്ക് ഭൂമി എടുത്തിട്ട് അവിടെ കെട്ടണം കെട്ടുമെന്ന് പറയും പോലെ അല്ലേ, നമ്മുടെ തന്ത്രപ്രധാനമായ ചില ഭൂപ്രദേശങ്ങളിൽ, രാജ്യങ്ങളിൽ ചൈന അടക്കമുള്ള ആളുകൾ ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റവും ഒടുവിലായി നമ്മൾ യുദ്ധമായി നടന്നില്ലെങ്കിലും അതൊരു യുദ്ധം തന്നെയായിരുന്നു. ആ സമയത്ത് നമുക്കെല്ലാവർക്കും പേടിയുണ്ടായിരുന്നു. ആരൊക്കെയാണ് നമുക്കെതിരെ കൈകോർക്കാൻ പോകുന്നത്? അമേരിക്ക എന്താണ് പറയുന്നത്? ഇനി ഇംഗ്ലണ്ട് എന്താണ് പറയുന്നത്? അല്ലെങ്കിൽ മറ്റ് നമ്മുടെ അതിർത്തിയിൽ കിടക്കുന്ന അഫ്ഗാനിസ്ഥാൻ അടക്കമുള്ള ആളുകളുടെ ഇത് എന്താണ്? കൊച്ചു കൊച്ചു രാജ്യങ്ങൾ, നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യങ്ങൾ പോലും നമുക്ക് സംശയത്തിൻ്റെ നിലയിൽ നിർത്തേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴും നമ്മുടെ ഈ വടക്കേന്ത്യയിലോട്ട് പോകുന്ന ഈ മധ്യ ഇന്ത്യ കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ പല സംസ്ഥാനങ്ങളും അതിർത്തിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ വിവിധ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട അതിർത്തികളിലാണ് നമ്മൾ നിൽക്കുന്നത്. വളരെ ഗൗരവമേറിയ ഒരു കാലഘട്ടത്തിലാണ് വാസ്തവത്തിൽ നമ്മൾ ഇപ്പോൾ ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി നമുക്ക് ഇതിനകത്തിരിക്കുന്ന നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ ഇന്ത്യയുടെ ലൈൻ ഓഫ് കൺട്രോളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ ജവാന്മാർ കണ്ണിൽ എണ്ണ ഒഴിച്ചെന്ന് പറഞ്ഞാൽ അതൊക്കെ വെറും നിസ്സാരമാണ്. കണ്ണിൽ എണ്ണ ഒഴിച്ചല്ല, എല്ലാ അർത്ഥത്തിലും സർവ്വരോപകൂപങ്ങളും വളരെ ഇങ്ങനെ കൂർമ്മതയോടെ ശത്രു രാജ്യങ്ങളുടെ നീക്കങ്ങളെ നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്ന, ഉറക്കമില്ല, കണ്ണ് വെട്ടാതെ ഇമ വെട്ടാതെ നോക്കിയിരുന്ന് രാജ്യത്തെ കാക്കുന്ന നമ്മുടെ സഹോദരന്മാർ, അവരെ എപ്പോഴും നമ്മൾ അഭിമാനത്തോടെയാണ്, ആവേശത്തോടെയാണ്, വികാര തീവ്രതയോടെയാണ് നമ്മൾ ഓർക്കേണ്ടത്. അതുകൊണ്ട് ഈ കാർഗിൽ ദിനം ഇന്ത്യയുടെ ഈ രംഗത്ത്, മിലിറ്ററി രംഗത്ത് വിവിധ തലങ്ങളിലായി സേവനമനുഷ്ഠിച്ച ഓരോ ജവാന്മാരെയും, അവർ റിട്ടയർ ചെയ്ത് വന്നവരാണെങ്കിലും ഇപ്പോൾ സർവീസ് ഇരിക്കുന്നവരാണെങ്കിലും ഓരോ ജവാന്മാരെയും അഭിമാനബോധത്തോടെ നമ്മൾ കാണുന്നു. ഈ കാർഗിൽ യുദ്ധം ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ച, പാകിസ്ഥാന് നമുക്ക് താക്കീത് കൊടുക്കുവാൻ കഴിഞ്ഞ, നമ്മുടെ സ്ഥലങ്ങൾ അങ്ങനെ ഒന്നും നഷ്ടപ്പെടാതെ തന്നെ അല്ലേ, നമ്മുടെ സ്ഥലങ്ങളൊന്നും നഷ്ടപ്പെടാതെ നമുക്ക് ആ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിഞ്ഞു. ലോകരാജ്യങ്ങളുടെ മുമ്പിൽ നമ്മളെ കുറ്റപ്പെടുത്താൻ ഒരു രാജ്യത്തിനും കഴിഞ്ഞില്ല. ഇന്ത്യ എപ്പോഴും യുദ്ധം ചെയ്യുമ്പോൾ നമ്മൾ നീതിയുക്തമായിട്ടാണ് യുദ്ധം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അടൽ ബിഹാരി വാജ്പേയി ഒരു ബസ്സിൽ കയറി പാകിസ്ഥാനിൽ ചെന്നിറങ്ങി പാകിസ്ഥാൻ പട്ടാളക്കാരെയും കൂട്ടിയിരുത്തി അവിടുത്തെ പട്ടാള മേധാവിയെയും അവിടുത്തെ ഭരണാധികാരികളെയും ഒരുമിച്ചിരുത്തി നമ്മൾ ഒരുപാട് യുദ്ധം ചെയ്തവരല്ലേ, ഇനി നമുക്ക് സൗഹൃദമായി കൂടെ ഒന്ന് അടൽ ബിഹാരി വാജ്പേയി ചോദിക്കുമ്പോൾ ലോകരാഷ്ട്രങ്ങളെല്ലാം പറഞ്ഞു ഇതാ ഒരു പുതിയ പുലരി ഉണ്ടാകാൻ പോകുന്നു. പക്ഷെ അങ്ങനെ ഒരു പുലരി ഉണ്ടാകാൻ പല രാജ്യങ്ങളും അനുവദിക്കില്ല, തീവ്രവാദികളും അനുവദിക്കില്ല. പാകിസ്ഥാൻ പലപ്പോഴും നമ്മളുമായിട്ടുള്ള യുദ്ധത്തിൽ അവർ പറഞ്ഞു ഞങ്ങളില്ല, ഇപ്പോൾ നടന്നപ്പോഴും ഞങ്ങളല്ല, തീവ്രവാദികൾ വേറെയാണ്. പക്ഷേ ഒടുവിൽ കാര്യം പറഞ്ഞു വരുമ്പോൾ, സർക്കാരിൻ്റെ ചില പ്രസ്താവനകൾ വരുമ്പോൾ അത് സർക്കാർ അറിഞ്ഞുകൊണ്ട് നടത്തിയതാണ് എന്ന് അപ്പോൾ തന്നെ ബോധ്യമാകുന്നു. എല്ലാം അങ്ങനെ ബോധ്യമായിട്ടുള്ളതാണ്. കാർഗിലിൻ്റെ കാര്യത്തിൽ 25 കൊല്ലം കഴിഞ്ഞ് സമ്മതിച്ചുവെങ്കിലും ഇപ്പോഴും ഏറ്റവും ഒടുവിൽ നടന്ന നമ്മുടെ ഈ കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന യുദ്ധത്തിലും ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞാലും ഒടുവിൽ പാകിസ്ഥാൻ്റെ സമ്പൂർണമായ ഗൂഢാലോചനയും കരുനീക്കങ്ങളും ലോകരാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് കാർഗിൽ യുദ്ധത്തിൽ നമ്മൾ നേടിയ നേട്ടം എന്നും നമുക്ക് അഭിമാനത്തോടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ട കാര്യമാണ്. അത്രയും മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വേദിയിലും സദസ്സിലും എല്ലാവരുടെയും
ഞാൻ ക്ഷമ ചോദിക്കുന്നു. എനിക്ക് അനുവാദം തന്നു ഇവിടുന്ന് പോകാനായിട്ട്. ഒരിക്കലും ഇതുപോലുള്ളൊരു പരിപാടിയിൽ നിന്ന് പോകുന്നത് ശരിയല്ല എന്ന് 100% എനിക്കറിയാം. എനിക്കിവിടെ ഇരിക്കുമ്പോൾ, ഞാനൊരു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ മുതൽ ഞാൻ വിളിച്ചിട്ടുള്ളത്, ഞാനും ഈ പഞ്ചാബ് നേഷൻ ഒരുമിച്ച് ചേർന്ന് ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചിട്ടുള്ളവരാണ്. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് വിളിച്ചിട്ടുള്ളവരാണ്. ആ ഒരു വികാരം എന്നും സിരകളിലുണ്ട്. ഭാരതം എന്ന വികാരം എന്നും സിരകളിലുണ്ട്. ഇന്ത്യ എന്ന വികാരം. അവിടെ ജാതി മത വർണ്ണ വർഗ കുല ഗോത്രങ്ങളൊന്നുമില്ല. ഹൈന്ദവനും മുസൽമാനും ക്രൈസ്തവനും പാഴ്സിയും സിഖുകാരനും ജൈനമതക്കാരനും ബുദ്ധമതക്കാരനും ദളിതനും ഗിരിജനുമെല്ലാം ഇന്ത്യ പെറ്റ മക്കളാണ്, ഇന്ത്യയുടെ മക്കളാണ് എന്ന വികാര വായ്പോടെ നമുക്ക് നാളുകളിലും മുന്നോട്ട് പോകണം. പുത്തൻ തലമുറയ്ക്ക് ഈ രാജ്യത്തോടുള്ള കൂറ് ബോധ്യപ്പെടുത്താൻ ഇത്തരം യുദ്ധങ്ങളുടെ ഓർമ്മകളും അഭിമാനകരമായ നിമിഷങ്ങളും അവരെ കൂടി പങ്കുവയ്ക്കാൻ ഇത്തരം യോഗങ്ങളിലൊക്കെ നമ്മൾ വിദ്യാർത്ഥികളെയും ഒക്കെ കൂടുതൽ പങ്കെടുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, നിങ്ങളുടെ എല്ലാവരുടെയും ഇത് ഉദ്ഘാടനം ചെയ്യേണ്ട ആളുകളൊക്കെ അർഹതപ്പെട്ട ആളുകൾ ഇവിടെ ഉണ്ട്. എങ്കിലും എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം എന്നുള്ള നിലയിൽ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഈ കാർഗിൽ സ്മരണാ ദിനം നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നിർത്തുന്നു. ജയ് ഹിന്ദ്. പറഞ്ഞോട്ടെ, അടുത്ത വിളപ്പിൽ സാർ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. ഇത് തന്നെയാണ് നമുക്ക് പട്ടാളക്കാർക്ക് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു മഹത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് രണ്ടുപേർക്കും പോകണമെന്നുള്ളതുകൊണ്ട് അടുത്തത് സാറിൻ്റെ പെർമിഷനോടുകൂടി തന്നെ, കേണൽ ആജി നായർ സാറിൻ്റെ പെർമിഷനോടുകൂടി തന്നെ ജഡ്ജി പഞ്ചാബ് സാറിനെ ക്ഷണിക്കുന്നു. അടുത്ത വിളപ്പിൽ രാധാകൃഷ്ണൻ. ആരാധനായ അധ്യക്ഷൻ കേണൽ ആർജി നായർ അവർകൾ ഇവിടെ നമ്മുടെ ഈ ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്ത എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ ശരത്ചന്ദ്ര പ്രസാദ് മുൻ MLA, ഇവിടെ സ്വാഗതം ആശംസിച്ച ശ്രീ ശാന്തിവിള പത്മകുമാർ, ശ്രീ വിളപ്പിൽ രാധാകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ശ്രീ സജി നായർ, ശ്രീ M. ഗോപാൽ, ഡോക്ടർ ശ്രീരാജ് കൃഷ്ണൻ പോറ്റി, ശ്രീ ശാന്തിവിള വിനോദ്, പ്രശസ്ത ഫിലിം ഡയറക്ടർ ശ്രീ നേമം പുഷ്പരാജ്, ശ്രീ കൃതജ്ഞത പറയുന്ന ശ്രീ രാധാകൃഷ്ണൻ നല്ല എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ബാബു, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഈ മഹത്തായ സംഘടനയുടെ കുടുംബാംഗങ്ങളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ശ്രീ ശരത്ചന്ദ്ര പ്രസാദ് സൂചിപ്പിച്ച പോലെ ഇതിനെപ്പറ്റി ഏറ്റവും ആധികാരികമായി പറയാൻ അർഹതയുള്ള ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കേണൽ സാർ തന്നെയാണ്. നേരിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും 62-ൽ സർവീസ് ഓപ്റ്റ് ചെയ്ത് പോയ ഒരു ഏറ്റവും മഹത്തായ കർമ്മം നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. ഞാൻ TV ഇൻ്റർവ്യൂവിലേ കണ്ടിട്ടുള്ളൂ, നേരിട്ട് കാണുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ്. എനിക്ക് നമ്മുടെ ഇപ്പം കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം നമ്മുടെ സമൂഹം ഏറെ ശ്രദ്ധിച്ചതാണ്. നിങ്ങൾക്കിപ്പം എന്നെക്കാട്ടി അനുഭവങ്ങൾ നേരിട്ടുണ്ട്. ഇപ്പം നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ വാഗ ബോർഡർ കാണാനായിട്ട് ഞാൻ പോയിട്ടുണ്ട്. ആ ദിവസവും എനിക്ക് മറക്കാൻ ഒക്കാത്ത ദിവസമാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ ശ്രീ നരേന്ദ്രമോദിജി പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം ഞാൻ വാഗ ബോർഡർ കാണാനായിട്ട് പോയിരുന്നു. അന്നും ഞാൻ KICBയിൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പോയത്. ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കേസ് നടത്താനായിട്ട് നമ്മൾ നേരിട്ട് പോകും. മറ്റ് ഹൈക്കോടതിയിൽ കേസുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് പോയി അവിടുത്തെ അഡ്വക്കേറ്റിനെ കണ്ട് ഏറ്റെടുക്കുന്ന ജോലി ഏറ്റവും ആത്മാർത്ഥമായിട്ട് ചെയ്യുക. അത് തന്നെയാണ് എൻ്റെ സംഗതി. അവിടെ പോയി കണ്ടിട്ട് അങ്ങനെ ജലന്ധറിൽ നമുക്ക് കേസുണ്ടായിരുന്നു. ജലന്ധറിൽ പോയിട്ട് വാഗ ബോർഡറിൽ പോയി. ഞാൻ ആലോചിക്കുകയാണ്, ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന ശാപം കിട്ടിയ മണ്ണ് എന്ന് തന്നെ പറയണം അതിനെ.
കാരണം ഒരു ചെറിയ അതിർത്തി, അതിനപ്പുറത്തും ഇപ്പുറത്തും രാജ്യം രണ്ടാണ്. പാകിസ്ഥാൻ്റെ അപ്പുറത്തുണ്ട്, ഇപ്പുറത്ത് ഇന്ത്യ രാജ്യമാണ്. നമ്മുടെ ഭാഗത്ത് നിൽക്കുന്ന മരങ്ങൾക്ക് എന്തൊരു ഭംഗിയാണ് യഥാർത്ഥത്തിൽ. അതിൻ്റെ പച്ചപ്പെന്ന് പറയുന്നത് നമുക്ക് വാക്കുകളിൽ വർണ്ണിക്കാൻ കഴിയില്ല. നല്ല ആരോഗ്യമുള്ള മരം, നല്ല തല ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ. പക്ഷേ അതിർത്തിക്ക് അപ്പുറത്തേക്ക് ഞാൻ നോക്കി, ഇവിടെ 3 കുട്ടികൾ, 3 റിലീജിയൻ്റെ റിപ്രസെൻ്റ് ചെയ്യുന്ന 3 കുട്ടികൾ, അത് സിഖും ഒരു റിലീജിയനാണ്. ചിലപ്പോൾ അങ്ങനെ സിഖ് മതത്തിൽ നിന്നുള്ള കുട്ടിയായിരിക്കാം, ക്രിസ്ത്യൻ മതത്തിൽ നിന്നോ ഇസ്ലാം മതത്തിൽ നിന്നോ ഹിന്ദുവിൽ നിന്നോ 3 കുട്ടികൾ ദേശീയ പതാക ഏന്തി, നേരത്തെ ചരിത്രപ്രസാദ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭാരത് മാതാ കി ജയ് എന്ന് നല്ല ഹൈറ്റുള്ള ഒരു ഓഫീസർ, നല്ല അത്രയും ഹൈറ്റുള്ള ആൾക്കാർ നമ്മൾ ചുരുക്കേ കാണുള്ളൂ. 6.5 അടി വരുമെന്ന് എനിക്ക് സംശയമുണ്ട്. അത്ര തലയെടുപ്പുള്ള ഓഫീസർ അവിടെ നിന്നിട്ട് ഭാരത് മാതാ കി ജയ്, മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന് വിളിക്കുന്നു. ഇവിടെ ഉത്സവ തീർപ്പാണ് യഥാർത്ഥത്തിൽ. ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് എനിക്ക് ലെറ്റർ തരുന്നത് അത് അവിടെ പോകാനായിട്ട്. പെട്ടെന്ന് ആരെയും കിട്ടി. അദ്ദേഹം ആഭ്യന്തര വകുപ്പിൻ്റെ മിനിസ്റ്റർ ഫോർ സ്റ്റേറ്റ് ആയിരുന്നു. അപ്പോഴാണ് അവിടെ നിന്നാണ് എനിക്ക് ആ ലെറ്റർ കിട്ടി. എൻ്റെ കൂടെ വേറെ 2 KSB ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. നമ്മൾ ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ ചെല്ലുമ്പോൾ നമ്മുടെ ഭാഗത്തുള്ള ആ ഉത്സാഹവും അതിൻ്റെ ആവേശവും എന്ന് പറയുന്നത് 2 സ്ലോഗനിലാണ്, ഭാരത് മാതാ കി ജയ്, മഹാത്മാഗാന്ധിക്ക് ജയ്. ഇത് ആരവം അങ്ങ് മുഴങ്ങുകയാണ്. സത്യത്തിൽ നമ്മുടെ ചോര അങ്ങ് തിളക്കുകയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ അപ്പോഴെങ്കിലും മരിച്ചാലും നമുക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. അത്ര ദേശീയമായിട്ടുള്ള നമ്മുടെ ആവേശം നമ്മുടെ ചിരകളിലേക്ക് കയറി വരികയാണ്. ഞാൻ മറുവശത്തേക്ക് നോക്കി, കഷ്ടം കഷ്ടം. മഞ്ഞളിച്ച മഞ്ഞപ്പ് വീണ കുറച്ച് മരങ്ങൾ. അവരും എന്താണ്ട് പറഞ്ഞാൽ ജിന്ന ജിന്ന എന്ന് വിളിക്കുന്ന മാത്രമേ എനിക്ക് കേൾക്കാവൂ. ബാക്കി ഇവിടുത്തെ ഇതിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അവിടെ അപ്പുറത്ത് നിന്നിട്ട് അവരും എന്താ അവരുടെ ദേശീയ പതാക വീശിക്കൊണ്ട് എന്തൊക്കെ അവർ വിളിച്ച് പറയുന്നുണ്ട്, നമുക്ക് വ്യക്തമല്ല. പക്ഷേ എങ്കിൽ ജിന്ന എന്നൊരു വാക്ക് ഞാൻ കേൾക്കുന്നുണ്ട്. അതായത് എനിക്കൊരു പഴയ കഥ ഓർമ്മയുണ്ട്. 2 പേരും സ്വാതന്ത്ര്യ സമരം നടത്തി ഒരുമിച്ച് തന്നെയായിരുന്നു. 2 രാജ്യങ്ങൾ ഒരുമിച്ച് സ്വാതന്ത്ര്യ സമരം നടത്തി ഒരേ ഉദ്ദേശം തന്നെയായിരുന്നു. 2 പേർക്കും സ്വാതന്ത്ര്യം കിട്ടണം. ഒറ്റ രാജ്യമായിരുന്നല്ലോ. ഒരു അനുഭവകഥയാണ് കേട്ടോ, അത് വെറുതെ തമാശക്ക് പറയുന്നതല്ല. വസ്തു വാങ്ങിക്കാനായിട്ട് നമ്മൾ പോയി. ഞാനും ഒരു പ്രായമുള്ള ആൾ, എൻ്റെ ഒരു ബന്ധുവാണ്, പക്ഷെ വലിയ സാമ്പത്തികമുള്ളൊരു ആളാണ്. അപ്പോൾ ഞാൻ കൂടെ സഹായിക്കാൻ പഠിക്കുക. ഞാൻ പോയി ഒരുപാട് വസ്തുക്കൾ കണ്ട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഒരു വസ്തു കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ് മാമാന്ന് പറഞ്ഞു, ഞാൻ ഇത് കൊള്ളാം, ഈ വസ്തു നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. എനിക്ക് ചോദിച്ചാൽ എന്താ കാര്യം? ഞാൻ പറഞ്ഞു ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഒരുപാട് വെള്ളയ്ക്ക കൊഴിഞ്ഞു കിടക്കുന്നുണ്ട്, അപ്പോൾ നല്ല ഈൽഡ് ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞു. വെള്ളയ്ക്ക കൊഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് നീ എന്ത് മണ്ടത്തരമാണ് പറയുന്നത്, അതിൻ്റെ മുകളിലോട്ട് മണ്ടയിലോട്ട് നോക്കുക, അവിടെ എല്ലാം കൊഴിഞ്ഞു പോയിട്ടല്ല താഴെ കിടക്കുന്നത്. ഈ വസ്തുവല്ല നമുക്ക് വാങ്ങിക്കേണ്ടത്. പാകിസ്ഥാൻ്റെ അവസ്ഥ അതാണ്, എല്ലാം കൊഴിഞ്ഞു പോയി. നമുക്കിപ്പോൾ സ്വാതന്ത്ര്യം കിട്ടി. അത് നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം അതിനെ അർത്ഥവത്തായി സൂക്ഷിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് ഒരു അറ്റാക്ക് വരുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും ഒന്നാണ്. ഇവിടെ ഒരു വ്യത്യാസമില്ല. ഇപ്പം തന്നെ ഈ അടുത്ത കാലത്ത് തന്നെ നമുക്കറിയാമല്ലോ എന്തൊരു ദേശീയത, അതിൻ്റെ എല്ലാവർക്കും അതിനകത്ത്. ഇപ്പം നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല, എല്ലാവരും ഒന്ന്. ഒരു പൊതു ശത്രുവിനെ നേരിടാനായിട്ട് നമ്മളെല്ലാവരും ഒന്നായിട്ട് നിൽക്കുന്നു. വളഞ്ഞ വഴി നമ്മൾ സ്വീകരിക്കുന്നില്ല. നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മതി എന്നുള്ള ഒരു ജനത, നല്ല വലിയ ലക്ഷ്യങ്ങളുള്ള ജനത. APJ അബ്ദുൽ കലാം, മഹാനായ APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ നമ്മൾ നല്ല സ്വപ്നങ്ങൾ കാണുകയും അവിടെ എത്തിച്ചേരാനുള്ള ആ ഒരു യജ്ഞത്തിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. പാകിസ്ഥാൻ അതല്ല. പാകിസ്ഥാൻ വളഞ്ഞപ്പം അവർക്ക് നന്നായി വരണമെന്ന് ആഗ്രഹിച്ചാൽ പോലും പറ്റാത്തൊരവസ്ഥയിലേക്കാണ് അത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസ്ഥ അതാണ്. ഇവിടെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നല്ല പച്ചപ്പുള്ള മരങ്ങൾ നിൽക്കുന്നു, ഒരുപാട് വൃക്ഷങ്ങൾ നല്ല ആരോഗ്യത്തോടു കൂടി തല ഉയർത്തി നിന്ന് അത് ഇളം കാറ്റിൽ ആടി നിൽക്കുന്ന കാണുമ്പോൾ നമ്മുടെ ഹരിതാഭമായ ഭൂമി എത്ര മനോഹരമാണെന്ന് നമുക്ക് തോന്നും അവിടെ നിന്ന് കാണുമ്പോൾ. മറിച്ച് മറുവശത്ത് എന്താണ് അവസ്ഥ? അവിടുത്തെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മരങ്ങളെപ്പോലെ തന്നെ ജനങ്ങളും വാടിപ്പോയി. അതിന് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അവർക്ക് ഇല്ലായ്മകളും വല്ലായ്മകളും പരസ്പരം വിശ്വാസമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും
ഈ തല്ലുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. സമാധാനം ഇല്ലാത്തൊരു ജനത എന്ത് നേട്ടം ഉണ്ടാക്കാനാണ് അവർക്ക് കഴിയുന്നത്? എങ്ങനെയാണ് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത്? പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ ഒരു ജനതയായിട്ട് അത് പോയി. ഒരേ സ്വാതന്ത്ര്യം സമരത്തിൽ പങ്കെടുത്ത രണ്ട് കൂട്ടരുടെ കഥയാണ് പറയുന്നത്. അതാണ് അവസ്ഥ. നമ്മളുടെ ഇപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ലോകത്തിൽ തന്നെ മൂന്നാമത്തെ നാലാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് നമ്മൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഫ്രാസ്ട്രക്ചർ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ രാജ്യത്തോളം ഇത്രയും വികസനം ഇത്രയും വളർച്ചയും വന്ന നാടുകൾ ചുരുക്കമായിരിക്കും. ഇന്നിപ്പം ഏതൊരു യൂറോപ്യൻ കൺട്രിയുടെ ഒപ്പവും തല ഉയർത്തി നിൽക്കാനുള്ള ഒരു കെൽപ്പ് നമ്മുടെ രാജ്യത്തിനുണ്ടായി. അങ്ങനെ എത്തിച്ചേരാൻ പറ്റിയതാണ് ഈ മിലിറ്ററി, ഇന്ത്യൻ മിലിറ്ററി എന്ന് പറയുമ്പോൾ ശശീന്ദ്ര പ്രസാദ് പറഞ്ഞതുപോലെ തന്നെ അവര് ഉറങ്ങാതിരുന്നിട്ടാണ് നമ്മളെ ഉറങ്ങാനായിട്ട് അനുവദിക്കുന്നത്. അവരുടെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടാണ് അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് നമുക്ക് ജീവിതം തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പം കാർഗിൽ യുദ്ധം എന്ന് പറയുന്നത്, ഞാൻ അതിൻ്റെ കുറച്ച് 99 മെയ് മാസം മുതൽ ജൂലൈ മാസം വരെയുള്ള 60 ദിവസമാണ് അതിനകത്ത് കാർഗിൽ യുദ്ധത്തിൻ്റെ പീരീഡായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ 25 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കാണ് പാകിസ്ഥാൻ സമ്മതിക്കുന്നത് അതിൽ വിജയം ഇന്ത്യക്കായിരുന്നു സമ്മതിക്കുന്നത്. ഇപ്പോഴത്തെ ഇതിനകത്തും അവർ സമ്മതിച്ചിട്ടില്ലല്ലോ, ഇപ്പോഴും അങ്ങനെ നിൽക്കുകയാണല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമുണ്ട്, നമുക്കൊരു രാജ്യം എന്ന് പറയുന്നത് ഒരു സംശയവും വേണ്ട, നമ്മൾ ഏറ്റവും ഉന്നതിയിലേക്ക് തന്നെ നമ്മുടെ രാജ്യം പോകും. നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ഇവിടെ ഇപ്പം നേരത്തെ ശരത്ചന്ദ്രപ്രസാദ് സൂചിപ്പിച്ച അതേ വികാരം തന്നെയാണ് എനിക്കും ഉള്ളത്, അല്ലേ? ഞങ്ങൾ ഒരേ കോളേജിൽ പഠിച്ച് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും ജഡ്ജി ആകാൻ വേണ്ടി നേരത്തെ നോക്കി വന്ന ആളൊന്നുമല്ല. പക്ഷെ അവിടെ ആയപ്പോഴത്തേക്കും അതിൻ്റെ അന്തസ്സ് പാലിക്കണം എന്നെനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. ബാബുവിനറിയാം. അപ്പം നേരത്തെ ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചല്ലോ, ശ്രീ പത്മകുമാർ സൂചിപ്പിച്ച പോലെ ഒരു മിലിറ്ററി സർവീസിലുള്ള ഒരാളിൻ്റെ ഒരു ഇഷ്യൂ എൻ്റെ അടുത്ത് വരുന്നത് അവിടെ വെച്ചായിരുന്നു. ശ്രീ VS അച്യുതാനന്ദൻ അദ്ദേഹം വരുന്നത് മുഖ്യമന്ത്രി. അദ്ദേഹത്തിൻ്റെ രീതി അനുസരിച്ചിട്ട് വ്യക്തിപരമായ കാര്യങ്ങളിൽ പുള്ളി താല്പര്യം കാണിക്കില്ല. ഒരു പൊതു ഇഷ്യൂ പറഞ്ഞാൽ വളരെ താല്പര്യം കാണിക്കുകയും ചെയ്യും. തിന്മയാണ് അല്ലെങ്കിൽ അതിനകത്ത് നന്മയില്ല, അതിനകത്ത് അഴിമതിയുടെ ഒരു അംശം ഉണ്ടെന്ന് പറഞ്ഞാൽ മതി, അതിൽ നിന്ന് അണുവിടെ വ്യതിചലിക്കാതെ നിൽക്കും. അങ്ങനെ എനിക്കൊരു അനുഭവമുണ്ട്. അപ്പോൾ ഇത് വരുമ്പോഴത്തേക്ക് ആലപ്പുഴ ഞാൻ സബ് ജഡ്ജിയായിരുന്നു. ആ സമയത്താണ് അഫ്ഗാനിസ്ഥാനിലേക്ക് അവരുടെ വാറ് കഴിഞ്ഞ് അവിടുത്തെ എല്ലാം നശിച്ചു പോയി. അപ്പോൾ അവിടെ റീകൺസ്ട്രക്ട് ചെയ്യാനായിട്ട് റോഡ് അല്ലെങ്കിൽ അവരുടെ പാർലമെൻറ്റ് അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കായിട്ട് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന പാരാമിലിറ്ററി ഫോഴ്സ്, അത് ഗ്രഫിൻ്റെ ഒരു വിങ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ നിന്ന് അതെ, നമ്മുടെ ഹരിപ്പാടിനടുത്ത് ചിങ്ങോലി എന്ന് പറയുന്ന ഒരു ചിങ്ങോലി പഞ്ചായത്ത് അവിടെ നിന്ന് മണിയപ്പൻ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം ഡ്രൈവറായിരുന്നു, സാധാരണ ഒരു മനുഷ്യൻ അവിടെ പോയി. അവിടെ സർവീസ് ഡെപ്യൂട്ടേഷനിൽ പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇദ്ദേഹത്തെ അഫ്ഗാൻ ഈ താലിബാൻസ് പിടിച്ചോണ്ട് പോയിട്ട് പിന്നെ തിരിച്ച് കിട്ടിയത് തല കട്ട് ചെയ്തിട്ട് ആ ബോഡി മാത്രമേ കിട്ടിയുള്ളൂ. വീട്ടിലാണെങ്കിൽ 2ഉം 4ഉം വയസ്സുള്ള 2 കുട്ടികൾ, ഭാര്യ, അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും, അങ്ങനെ വളരെ ഭാരിച്ച ഒരു കുടുംബം. ഇതാണ് സംഗതി. അറിഞ്ഞപ്പോൾ തന്നെ അന്ന് ശ്രീ മൻമോഹൻ സിംഗ് ആയിരുന്നു പ്രധാനമന്ത്രി. പാർലമെന്റ് സ്തംഭിപ്പിച്ച് ഭയങ്കര ഇഷ്യൂ ആയി. എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ശ്രീ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി തന്നെ അവിടെ നമ്മുടെ മറ്റേ NDPCയുടെ ഗ്രൗണ്ടിൽ വന്നിട്ട് അദ്ദേഹം പ്രസംഗിച്ചു, ദീസ് ചിൽഡ്രൻ ആർ നാഷൻസ് ചിൽഡ്രൻ. നമുക്ക് വളരെ അഭിമാനം തോന്നുന്ന, ആശ്വാസം തോന്നുന്ന ഒരു വാക്കാണ്. ദിസ് ഫാമിലി ഈസ് നാഷൻസ് ഫാമിലി ആൻഡ് ഹിസ് വൈഫ് വിൽ ഗെറ്റ് എ കമ്പാഷനറ്റ് എംപ്ലോയ്മെന്റ് ദി നിയർ ബൈ NDPC. ദി ചിൽഡ്രൻ വിൽ ബി അഡ്മിറ്റഡ് ഇൻ ദി കേന്ദ്രീയ വിദ്യാലയ, അവിടെ KV ഉണ്ട്. ഇങ്ങനെ വലിയ ആശ്വാസത്തിലൊരു പ്രസംഗം കഴിഞ്ഞപ്പോൾ അന്ന് മുഖ്യമന്ത്രി ശ്രീ VS അച്യുതാനന്ദനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, മൻമോഹൻ സിംഗിൻ്റെ ജോലിയും ഒന്നും ഇവിടെ ആവശ്യമില്ല, കേരള ഗവൺമെൻറ് കൊടുക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് കൊടുക്കാൻ മനസ്സുണ്ടായിരുന്നു. അതങ്ങനെ അവിടെ പറഞ്ഞു. മുഖ്യമന്ത്രി നിലയ്ക്ക് പറയാനുള്ള അവകാശവും അധികാരവും ഒക്കെ അദ്ദേഹത്തിനുണ്ട്, പറഞ്ഞു. പക്ഷേ നിർഭാഗ്യവശാൽ രണ്ടും നടന്നില്ല. അപ്പോൾ
ആലപ്പുഴ വെച്ചിട്ട് ഒരു അഡ്വക്കേറ്റ് എൻ്റെ അടുത്ത് ഇതിൻ്റെ കടലാസം കൊണ്ടുവന്നു. എൻ്റെ അടുത്ത് മിലിറ്ററിയുടെ ആവശ്യമായിട്ട് അങ്ങനെ എനിക്ക് എൻ്റെ ഓർമ്മയിലൊന്നും വരുന്നില്ല. ആകെ ഇത് മാത്രമേ ഉള്ളൂ. ഒരു കുടുംബം അനാഥപ്പെട്ടു പോയി. അപ്പം ഞാൻ ചോദിച്ചു, എനിക്കിതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ കോടതിയിലുള്ള കേസ് നോക്കി ഉദയം കൂടി കഴിയുന്ന ഞാൻ ഇതെങ്ങനെയാണ് ഈ പ്രധാനമന്ത്രി വാക്ക് പാലിക്കാത്തതിന് എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറയും സാറിന് മാത്രമേ കഴിയൂ എന്ന് വക്കീൽ പറയും. അപ്പം ഞാൻ ചോദിച്ചു, അത് വക്കീൽ വെറുതെ എന്നെ കളിയാക്കാൻ പറയുന്നതാണെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞില്ല, ഞാൻ വസ്തുതാപരമായി സാറ് ഇച്ഛാശക്തിയോടുകൂടി സാറ് കാര്യങ്ങൾ ചെയ്യും, ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് ചെയ്തു തരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കുറച്ചു നേരം നോക്കുമ്പോൾ ഇവർ ഈ ലേഡി ഒരു സ്ത്രീ പാവം അവർ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ കടലാസ് കയ്യിൽ വാങ്ങിച്ചിട്ട് അന്ന് ഞാൻ സബ് ജഡ്ജിയാണ്, അവിടെ ജില്ലാ ജഡ്ജി വേറെ ആളുണ്ട്. ഞാൻ അവിടെ കൊണ്ടുപോയി. അപ്പോൾ ജില്ലാ ജഡ്ജി ഫ്രീ ആണെന്ന് ചോദിച്ചു, ചെല്ലാൻ പറഞ്ഞു. ഇത് കൊണ്ടുപോയി കൊടുത്തു. ഇത് കൊണ്ടുപോയി കൈ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം എന്നെ വിളിക്കാൻ തെറിയില്ല. താൻ പ്രൈം മിനിസ്റ്ററുടെ മുകളിലത്തെ ആളാണോ, അങ്ങനത്തെവനാണോ, ഇങ്ങനത്തെ കുറേ അങ്ങ്. അപ്പം ഞാൻ കുറച്ച് സഹിച്ചു. ഒരു പരിധി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ്, ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ചെയർമാൻ സാറ്, സെക്രട്ടറി ഞാൻ, ഒരു കടലാസ് തന്നാൽ കീറിക്കളയാൻ നിയമത്തിൽ എഴുതിയിട്ടില്ല. എൻ്റെ കയ്യിൽ കടലാസ് അവർ കൊണ്ടുവന്നു, ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്, സൗകര്യമുള്ളത് ചെയ്യാൻ പറഞ്ഞു. കാരണം ഈ ജാതി വർത്താനം നമ്മുടെ ജുഡിഷ്യറിക്കകത്തില്ല, സസ്പെൻഷൻ വാങ്ങിക്കും. അപ്പം ഞാൻ എൻ്റെ സഹികെട്ട് പറഞ്ഞു പോയതാണ്. പുള്ളി അങ്ങ് നിർത്തുന്നില്ല. ആളുടെ പേര് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, പക്ഷെ ഞാൻ പേര് പറയുന്നില്ല. ഒരുപാട് എന്നെ അങ്ങ് ശകാരിച്ചു. അപ്പം നമ്മുടെ സ്റ്റാഫ് പലരും കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ട്, ഞാൻ ഈ കേൾക്കുന്ന മുഴുക്കെ എൻ്റെ സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ല കേൾക്കുന്നത്. നാടിന് വേണ്ടി ജീവൻ നഷ്ടപ്പെട്ടു പോയ ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് ഞാൻ ചീത്ത അത്രയും കേൾക്കുന്നത്. ഒരുപാട് എന്നെ ഇത് പറഞ്ഞിട്ട് പുള്ളി ആ കടലാസ് ഞാൻ വെച്ചിട്ട് ഞാൻ അഴിച്ചങ്ങ് പോയി. അപ്പം ഞാൻ പോയപ്പം നമ്മുടെ അച്ഛനെയും അമ്മയൊക്കെ ചെറിയ വിളിച്ചെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ പോയി, ഇങ്ങനെയാണെന്ന് പറഞ്ഞൊക്കെ പറഞ്ഞു വന്നു. അപ്പം ഞാൻ പറഞ്ഞ അത് അദ്ദേഹത്തിൻ്റെ സംസ്കാരം വെച്ച് അങ്ങനെ പറയണമെന്നേ ഉള്ളൂ, ഞാൻ നോക്കട്ടെ എന്താവും നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി ഇതൊരു 5-8 ദിവസം കൈ വെച്ചിട്ട് ഇതിനെടുത്ത് ഹരിപ്പാട് കോടതിയുണ്ട്, അവിടെ കൊടുത്തേച്ചു. അപ്പം 2 ദിവസം കഴിഞ്ഞ് വക്കീലും മറ്റേ അവരും കൂടെ തിരിച്ചു വന്നേക്കുന്നു. സാറേ, ഇത് ഹരിപ്പാട് നോക്കിയിട്ട് ഒക്കാത്തതുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്നത്, തിരിച്ച് അങ്ങോട്ട് കൊടുത്ത് അവിടെ എന്ത് ചെയ്യാനായിട്ടാണ്, സാറ് തന്നെ ചെയ്തു തരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, വക്കീല് എന്നെ കുഴപ്പത്തിലാക്കല്ലേ, അങ്ങനെ ഹൈക്കോടതിക്ക് എഴുതിയെങ്കിൽ ഞാൻ സസ്പെൻഷനിൽ മാറ്റിപ്പോൾ വീട്ടിൽ ഇരിക്കേണ്ട ഇതായി പോയേനാ. അപ്പം പറഞ്ഞു, ഇല്ല സാർ, അങ്ങനെ ഞങ്ങളെ കൈ ഒഴിയില്ലേ. അപ്പം ഞാൻ ഹരിപ്പാടത്തെ ഓഫീസറെ വിളിച്ചിട്ട് പറഞ്ഞ്, ജില്ലാ ജഡ്ജിയോടെ പറയരുത്, നിങ്ങൾ അതിന് തിരിച്ചു തന്നേക്കാൻ പറഞ്ഞു. അങ്ങനെ ഓഫ് ദി റെക്കോർഡാണ്, അല്ല ഓൺ ദി റെക്കോർഡ്. അത് നമുക്ക് അങ്ങനെ രേഖാമൂലം കയ്യിൽ വാങ്ങിക്കാൻ പറ്റില്ല. ജില്ലാ ജഡ്ജി തിരിച്ചു കൊടുക്കാൻ പറഞ്ഞ് ഞാൻ വാങ്ങിക്കാൻ നോക്കില്ല, അതറിഞ്ഞാലും കുറ്റമാവും. ഞാൻ തിരിച്ചു വാങ്ങിച്ചിട്ട് ജില്ലാ കളക്ടർക്ക് ഒരു നോട്ടീസ് കൊടുത്തു. അങ്ങനെയൊക്കെ ചെയ്യാവുമെന്ന് എനിക്കിപ്പോഴും അറിഞ്ഞൂടാ. ജില്ലാ കളക്ടർ അന്ന് ഒരു വിശ്വംഭരൻ, KR വിശ്വംഭരൻ എന്നൊരാളായിരുന്നു. കുറച്ച് മമ്മൂട്ടിയുടെ കൂടെ പഠിച്ചു നല്ല കുറച്ച് പേരുള്ള ആളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്തപ്പം ഈ അദാലത്തിലേക്ക് കേസ് വെച്ചപ്പം ഈ കളക്ടറെ പ്രതിനിധീകരിച്ച് ADM അവിടെ വന്നു. ADM നേരത്തെ എനിക്കറിയാം. പുള്ളി വന്നിട്ട് ചന്ദ്രശേഖര പിള്ള എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പുള്ളി വന്നിട്ട് എൻ്റെ പറഞ്ഞ്, ദിസ് മണിയപ്പം വാസ് ഇൻ ദി സെൻട്രൽ സർവീസ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഈസ് നോട്ട് റെസ്പോൺസിബിൾ അങ്ങനെ പറയണം. അപ്പം അതുകൊണ്ട് ദിസ് മേ ബി ടേക്കൺ അപ്പ് വിത്ത് ദി സെൻട്രൽ ഗവൺമെൻറ് എന്ന് പറഞ്ഞു. പെട്ടെന്നൊരു ബുദ്ധി എവിടെ നിന്നോ വന്നു എനിക്ക്. ഇപ്പം ഞാൻ ചോദിച്ച്, പണ്ടേ ഈ സുകുമാരക്കുറുപ്പ് എന്നും പറഞ്ഞിട്ടൊരാള് ചാക്കോ എന്ന് പറയുന്നൊരു പാവം സാധുവിനെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. കൊണ്ടുപോയി തീയിട്ട സ്ഥലമൊക്കെ എനിക്കറിയാം, കാരണം ആലപ്പുഴയാണ് ഏറ്റവും കൂടുതൽ ജോലി ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ബാബുവിന് എനിക്കൊക്കെ അറിയാവുന്ന സ്ഥലങ്ങളാണിത്. അങ്ങനെ ഈ സുകുമാരക്കുറുപ്പ് ഈ കൊലപാതകം നടത്തിയ സ്ഥലമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. വളരെ ഇപ്പം തിരുവനന്തപുരം സ്ഥലത്തേക്കാൾ കൂടുതൽ സ്ഥലം എനിക്ക് അവിടെ അറിയാം. അങ്ങനെ ഞാൻ ചോദിച്ച്, ആ ചാക്കോയുടെ ഭാര്യയ്ക്ക് സർക്കാർ ജോലി കൊടുത്തല്ലോ, ചാക്കോയുടെ ഭാര്യയ്ക്ക് സർക്കാർ ജോലി കൊടുത്തു. അപ്പം ഈ ചാക്കോ സെൻട്രൽ സർവീസാണോ സ്റ്റേറ്റ് സർവീസാണോ? ചാക്കോ ഫിലിം റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു. അത് തെറ്റെന്നല്ല പറയുന്നത്. ഞാൻ പറഞ്ഞു, ഇനിയും ചാക്കോമാരുടെ ഭാര്യമാർക്കും കുടുംബത്തിനും എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ കൃത്യമായിട്ട് കൊടുക്കണം, അതിനകത്ത് തർക്കമൊന്നുമില്ല. ഇങ്ങനെ പാവങ്ങളെ കൊണ്ടുപോയി കൊല്ലുന്ന ഒരു വ്യവസ്ഥയാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പരിഹാരം ഉണ്ടാവണം. അതിന് ചാക്കോയും മുഹമ്മദും വ്യത്യാസമൊന്നുമില്ല എനിക്ക്, ഞാൻ അങ്ങനെ പറയണമെന്ന് വിചാരിക്കും. പക്ഷേ മണിയപ്പൻ്റെ കാര്യത്തിൽ വന്നപ്പോൾ നമ്മൾ നിയമം വെച്ച് തർക്കിക്കുന്നു.
കാരണം പട്ടാളക്കാരൻ്റെ കാര്യത്തിനകത്ത് വന്നപ്പം നമ്മൾ കടും പിടുത്തം പിടിക്കുന്നു. ചാക്കോയുടെ കാര്യത്തിനകത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തു. ആ നിയമം പിന്നെ ഒരു ലീനിയൻസി എന്താ ഇവിടെ വരാത്തതെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ഒന്ന് വിരട്ടി. പുള്ളിയുടെ മുഖം അങ്ങ് മാറി. വലിയ എൻ്റെ ട്രെയിനിൽ വെച്ച് എന്നും കാണുന്ന ആളും വലിയ കൂട്ടോ. ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പം ഒരു 100-300 ആളെൻ്റെ ചുറ്റാകെയുണ്ട് ആ സമയത്ത് ഇത്രയും പറയുന്നത്. അപ്പോൾ അവിടെ തന്നെ പുള്ളി ഈ പേപ്പറൊക്കെ തിരിച്ചെടുത്ത് ഞാൻ പറഞ്ഞ ഒരാഴ്ചക്കകത്ത് വന്നില്ല, ഞാൻ കളക്ടറെ പിടിച്ച് നിർത്തുമെന്ന് പറഞ്ഞു. കളക്ടറെ ഇവിടെ വിളിച്ചു നിർത്തി ബാക്കി കർമ്മങ്ങളൊക്കെ ചെയ്യും ഇങ്ങനെയാണ് പറയുന്നത്. അവൻ ഭയങ്കര ദേഷ്യത്തിലായി പറഞ്ഞത്. ഒരാഴ്ച കഴിഞ്ഞ് വന്നപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഈ കേസ് ജില്ലാ സൈനിക ഓഫീസിലേക്ക് ടേക്കപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ ചെയ്യേണ്ടത് എന്താണ്? അത് ജില്ലാ സൈനിക ഓഫീസറെ ഇനി വിളിക്കണമെന്ന് പറഞ്ഞു സാക്ഷിയായിട്ട്. ഞാൻ പറഞ്ഞില്ലല്ല, അതിൻ്റെ ഡയറക്ടറുണ്ട് ട്രിവാൻഡ്രത്താണ്, വികാസ് ഭവനിൽ. എനിക്ക് ഓഫീസ് അറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ഡയറക്ടർക്ക് ഞാൻ ഒരു സമൻസ് കൊടുത്തിട്ട് അദ്ദേഹത്തെ ഇനി വിളിപ്പിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. 2 ആഴ്ച സമയമെന്നും പറഞ്ഞു വെച്ചു. അപ്പോൾ ഇവിടെ തന്നെ ഈ ADM വിഷമിക്കുകയാണ് ഞാൻ ഇങ്ങനത്തെ ഇത് പറയുമ്പോൾ. അപ്പം ഇത് വെച്ച് കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഡയറക്ടറുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ജില്ലാ സൈനിക ഓഫീസർ വന്നു. മിലിറ്ററിയിലെ ഉയർന്ന റാങ്കിലുള്ള ഓഫീസർ ആയിരിക്കുമല്ലോ. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, സാർ ഞങ്ങളത് ഹോം ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ടേക്കപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് അത് ഹോം സെക്രട്ടറിക്ക് ഒരു കത്ത് കൊടുക്കണം, ഇത് കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ലിസി ജേക്കബ് എന്ന് പറയുന്ന മാഡമാണ് അന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ഹോമിൻ്റെ. അതെയാണ്. അപ്പോൾ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ് എന്നാൽ ഇപ്പം തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് സെനോഗ്രാഫർ ലിസി ജേക്കബ് രണ്ടും ഉണ്ടായിരുന്നു. ലിസി ജേക്കബ് ഡയറക്ടർ IAS ആയിരുന്നു, ചീഫ് സെക്രട്ടറി ആയി അവസാനം. ബാബു ജേക്കബ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വൈഫായിരുന്നു, അദ്ദേഹം ചീഫ് സെക്രട്ടറി ആയി. ഞാൻ ഇതിനു വേണ്ടി പഠിച്ചത് ഇതൊക്കെ കേട്ടോ, അല്ല നമുക്ക് നേരത്തെ പരിചയമൊന്നുമില്ല. അങ്ങനെ ഒരു ലെറ്റർ സ്റ്റെനോഗ്രാഫറെ വിളിച്ചിരുത്തി ലെറ്റർ എഴുതി. ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ, അതാണ് നമ്മുടെ പോയിന്റ്. അതാണ് ഈ സെർവ്ഡ് ഫോർ ദി നേഷൻ. എന്നിട്ട് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു, ഫാമിലി ടു ബി പ്രൊട്ടക്റ്റഡ് അറ്റ് എനി കോസ്റ്റ് എന്നും പറഞ്ഞ് എഴുതി കൊടുത്തിട്ട്, അപ്പം മാന്യമായിട്ടൊരു കത്തെഴുതി ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ കൊടുത്തു, ജില്ലാ സൈനിക ക്ഷേമ ഓഫീസറെ കയ്യിൽ കൊടുത്ത് അയച്ചു. അപ്പോൾ ഇത് എനിക്ക് വേറൊരു കാര്യമുണ്ട്, തൊട്ടപ്പുറത്ത് ജില്ലാ അടിച്ചുകൊണ്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കച്ചവടം തീർന്നു അതോടുകൂടി. പക്ഷേ എൻ്റെ ഭാഗ്യത്തിന് അത് അവിടെ ഒന്നും അറിഞ്ഞില്ല എന്ന് ഞാൻ പറയുന്നുള്ളൂ. ഏതായാലും ഇത് കൊണ്ടുപോയിട്ട് 3 മാസം സമയമായിട്ടാണ് കൊടുത്തത്. ഞാൻ 3 മാസം കഴിഞ്ഞിട്ടും യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല. ഞാൻ റിമൈൻഡർ അയച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നോക്കിയപ്പോൾ ഒരു ദിവസം വൈകുന്നേരം ഒരു ലേഡി കാണാൻ നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അഡ്വക്കേറ്റ് ഇല്ല, അവർ മാത്രം വന്നേക്കുക. ഒരു കവറും കയ്യിലുണ്ട്. മറ്റേ ഈ ഇദ്ദേഹത്തിൻ്റെ വൈഫാണ്. ഞാൻ കവർ വാങ്ങിച്ച് പൊട്ടിച്ച് നോക്കിയപ്പം ക്യാബിനറ്റിൽ പോയി ശ്രീ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിട്ടുള്ള അതേ ക്യാബിനറ്റ് തന്നെ അതിന് ഇവർക്ക് കൊല്ലം SP ഓഫീസിൽ ക്ലർക്കായിട്ട് ജോലി അപ്പോയിൻമെൻറ്റ് ഓർഡറും കൊണ്ടാണ് വന്നേക്കുന്നത്. എനിക്ക് കോടതിയിലിരുന്ന് 5000 കേസ് തീർത്ത ഇത്രയും സംതൃപ്തി എനിക്ക് കിട്ടില്ല. അതാണ് ഞാൻ ഇപ്പോഴും ഇത് പറയുന്നത്. അവിടെ ശിക്ഷിക്കാൻ കിട്ടിയ സങ്കടം എനിക്ക് തോന്നിയിട്ടുള്ളൂ. രക്ഷിക്കാൻ പറ്റില്ലല്ലോ എന്നാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒരുത്തന്നെ രക്ഷിക്കാൻ പറ്റിയില്ല, ശിക്ഷിക്കാനാണ്ട് ഞാൻ വേണമെന്നില്ലല്ല, ബാക്കി എല്ലാവർക്കും ശിക്ഷിക്കാൻ പറ്റും. നമുക്ക് രക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ആവശ്യം എന്താണ്? അങ്ങനെ അവർക്ക് കൊല്ലം SP ഓഫീസിൽ കിട്ടി. ഇപ്പം വനിതയിൽ എഴുതാനായിട്ട് ഈ അനുഭവം എനിക്ക് എഴുതാൻ ഈ അനുഭവം വേറെ ഒരു ജഡ്ജിക്കും ഇല്ല കേട്ടോ, ഒറ്റ മനുഷ്യർക്കും ഇല്ല. അതിൽ കുറച്ച് അഹങ്കാരത്തോടെ ഞാൻ പറയണത്. അത് വെച്ചാൽ വേറെ വല്ലവരും ആണെങ്കിൽ അപ്പം തന്നെ ഇതൊരു ശല്യമായെന്നും പറഞ്ഞിട്ട്, പ്രത്യേകിച്ചും ജില്ലാ ജഡ്ജി അത്രയും വരട്ടുമ്പോൾ നിൽക്കാനുള്ള ത്രാണി ഉണ്ടാവില്ല. വെറുതെ ആവശ്യമില്ല, നമ്മളെന്തിനാ പോകണമെന്ന് വെച്ചിട്ട് എപ്പോഴും മാറും. ഇപ്പം ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് അവരോട് പറഞ്ഞ് എല്ലാ കാലത്തും നല്ല വർത്തമാനങ്ങളും നല്ല വിശേഷങ്ങളും മാത്രം എനിക്ക് കേൾക്കണം, മര്യാദയായിട്ടും മാന്യമായിട്ടും കുട്ടികളെ വളർത്തണം, ഞാൻ അന്വേഷിക്കും എന്ന് പറഞ്ഞ് അവരെ വിട്ടു. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യണം. ഇനി ഇടയ്ക്ക് കയറി വല്ലവരും കേസ് കൊടുക്കുകയാണെങ്കിൽ പിന്നെ പറ്റാതെ വരുമെന്ന് പറഞ്ഞ് അവരെ അയച്ചിട്ട് ജില്ലാ ജഡ്ജി ഫ്രീ ആണെന്ന് ചോദിച്ചു കേട്ടോ, കാരണം ഇത് അറിയണമല്ലോ. അങ്ങനെ ജില്ലാ ജഡ്ജി ഫ്രീ ആണോ, ഞാൻ വരട്ടെ. അപ്പോൾ എന്നെ ഇഷ്ടമല്ല, ഞാൻ ഇങ്ങനെയൊക്കെ ചെന്ന് പറയുന്നുണ്ട്, എന്നെ ഒട്ടും ഇഷ്ടമല്ല അദ്ദേഹത്തിന്. പറഞ്ഞ് ചെല്ലാൻ പറഞ്ഞു. ചെന്നപ്പോൾ പുള്ളി വളരെ ഗൗരവമായിട്ട് എന്തൊക്കെയോ വായിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ട് സാറെന്ന് വിളിച്ച്, അപ്പോൾ എന്താ കട്ടിയായിട്ട് ചോദിക്കുന്നു. ഞാൻ സാറിതൊന്ന് വായിച്ചു നോക്കണം, ഇങ്ങനെ കയ്യിലോട്ടൊരു ഇത് കൊടുത്തു. പുള്ളി അവിടെ തന്നെ അത്ര ഇഷ്ടപ്പെട്ടില്ല, എങ്കിലും ഇങ്ങനെ എടുത്തു വെച്ച് ഇങ്ങനെ ഒന്ന് നോക്കി,
വീണ്ടും ഒന്നുകൂടെ നോക്കി 5 വട്ടം അങ്ങ് വായിച്ചിട്ട് മടക്കി വെച്ചിട്ട് ചോദിക്കുകയാണ്, ചായ കുടിച്ച? അത് നമ്മുടെ ജീവിതത്തിലെ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു മൊമെന്റ്. അതേ ഇപ്പോഴും ഇങ്ങനെ പറയുന്ന കാര്യം. അങ്ങനെ എല്ലാവരെയും സഹായിക്കാൻ പറ്റിയിട്ടില്ല. നമ്മളെ അടുത്ത് വന്ന ഒരാൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ അവർക്കിപ്പോൾ ഏതാണ്ട് ജൂനിയർ സൂപ്രണ്ടിൻ്റെ പ്രൊമോഷൻ്റെ വെർജിൽ നിൽക്കുക എന്ന് പറഞ്ഞു. അവർ അടൂർ KAP ബറ്റാലിയനിൽ 3rd ബറ്റാലിയനിൽ പിന്നെ പ്രൊമോഷൻ പോസ്റ്റിംഗ് ആയെന്നും പറഞ്ഞിട്ട് ഞാൻ വിളിച്ചപ്പം അതറിഞ്ഞായിരുന്നു. ഞാൻ നേരിട്ട് ബാബുവിനോട് ഞാൻ പറഞ്ഞായിരുന്നു. കാരണം വനിതയിൽ എഴുതാൻ വേണ്ടിയായിരുന്നത്, ഇതുവരെ എഴുതിയില്ലത്. അപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ അവരിങ്ങനെ ഇവിടുന്ന് ആലപ്പുഴ SP ഓഫീസിൽ നിന്ന് റിലീവ് ചെയ്തിട്ട് അവിടെ ജോയിൻ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷം, ഒരുപാട് സംതൃപ്തി നമുക്ക് കിട്ടി. അപ്പം ഇത്രയേ ഉള്ളൂ. അവർ ഇപ്പം ഒരു മിലിറ്ററി സർവീസിൽ പോയി സേവനം ചെയ്യുന്ന ആൾ എനിക്ക് എന്ത് കിട്ടും, അല്ലെങ്കിൽ ഞാൻ നാളെ ജീവിച്ചോളാമെന്ന് ഒരു ഉറപ്പുമില്ലാതെ ചെയ്യുന്നത്, പ്രത്യേകിച്ചും ഇങ്ങനത്തെ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഇത് ഒന്നും നോക്കാതെ പോയ ഒരാളിനെ അത്രയും സഹായിക്കാൻ നമുക്ക് പറ്റി. എനിക്ക് ഒരുപാട് സംതൃപ്തിയും അതിൻ്റെതായ ഒരു അർത്ഥവും ഞാൻ അതിൽ കാണുന്നുണ്ട്. ഇപ്പം കാർഗിലിനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പം നേരത്തെ പറഞ്ഞു, ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ തല്ലുപിടിച്ച് ഇങ്ങനെ നടക്കുന്നേക്കാൾ ഇത് ഒറ്റ രാജ്യമായിരുന്നെങ്കിലുള്ള അഭിവൃദ്ധി ഞാൻ ആലോചിച്ച് നോക്കുമായിരുന്നു. എപ്പോഴും എന്തോ ഒരു ശക്തിയായിരുന്നിന് ഒറ്റ രാജ്യമായിട്ട് നമ്മൾ പോയിരുന്നെങ്കിൽ. പക്ഷെ അവർ നിൽക്കത്തില്ല. ഇപ്പം നേരത്തെ പറഞ്ഞത് തന്നെ കറക്റ്റ്. ഒരു രീതിയിലും അവർ നിൽക്കത്തില്ല. പറഞ്ഞു വരുമ്പോഴത്തേക്ക് അവിടെ തീവ്രവാദം എന്ന് പറഞ്ഞാൽ, ടെററിസം എന്ന് പറയുന്ന അതിൻ്റെ കംപ്ലീറ്റ് മാസ്റ്റർ ബ്രെയിൻ ഗവൺമെൻറ്റാണ്. അങ്ങനത്തെ ഒരു ജനത എങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും? അതാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് ഒന്നും സംഭവിക്കത്തില്ല. നമ്മൾ ഒന്നായി മുന്നോട്ട് പോകും. ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല രാജ്യമായിട്ട് വരുന്ന ഒരു പുലരി നമുക്ക് അധികം വൈകാതെ ഉണ്ടാവും. അതിലേക്ക് എത്താൻ നമുക്ക് കഴിയട്ടെ. ഇത് ഇങ്ങനെ ഈ ദിവസം അനുസ്മരിക്കുന്ന, അതിനുവേണ്ടി ജീവൻ വെടിഞ്ഞ ജാലിയൻവാലാ ബാഗ് അവിടെ ഞാൻ പോയിരുന്നു. അന്ന് തന്നെ പോയത്. അടച്ചിട്ട അതിനകത്തിട്ട് ആ സമ്മേളനത്തിൽ അത് ആ തീവ്രവാദി സമ്മേളനം ആയിരുന്നില്ല, സമാധാനപരമായിട്ടുള്ളൊരു സമ്മേളനമായിരുന്നു. അടച്ചിട്ടിട്ട് കിണറിനകത്തിട്ടാണ് അവസാനം കത്തിച്ചത് കംപ്ലീറ്റ്. കിണറും ഉണ്ട് അവിടെ. അപ്പം അമർ ജവാൻ ജ്യോതി എന്ന് പറഞ്ഞ വിളക്ക് ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ത്യാഗത്തിലാണ് നമുക്ക് രാജ്യം ഈ നിലയിൽ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ. ഇതിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ പത്മകുമാറിനും കേണൽ സാറിനും, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും എല്ലാ ഐശ്വര്യവും ജഗദീശ്വരൻ കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്. നന്ദി, നമസ്കാരം. ഡോക്ടർ MS ശ്രീരാജ് കൃഷ്ണപോറ്റി അഖിലതന്ത്ര പ്രചാരക് സഭ ദേശീയ ചെയർമാനാണ്. ബ്രാഹ്മിൺ സർവീസ് സൊസൈറ്റി സംസ്ഥാന ചെയർമാനാണ്. നിരവധി ക്ഷേത്രങ്ങളിലെ തന്ത്രിയും ജ്യോതിഷ പണ്ഡിതനുമാണ്. സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് ശക്തമായ സാന്നിധ്യമാണ്. നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് ചെയർമാനും മികച്ച കലാസംഘാടകനുമാണ്. അബ്ദുൾ സലാം കലാ, സാഹിത്യ, സാംസ്കാരിക, ബിസിനസ്, സാമൂഹിക കാരുണ്യ പ്രവർത്തകർ. കണ്ണൂരിലെ സംഗമം ഗ്രൂപ്പ് ഡയറക്ടറാണ്. സാമൂഹിക സാംസ്കാരിക രംഗത്ത് കണ്ണൂരിൽ നിറസാന്നിധ്യമാണ്. 10 വർഷത്തോളം അബുദാബി ഡിഫൻസിൽ ജോലി ചെയ്തിരുന്നു. ഈ അടുത്ത കാലത്ത് ദേശീയ പണിമുടക്കിൽ തെരുവിൽ കഴിയുന്നവർക്കും ആ സമയത്ത് കണ്ണൂരിൽ വന്ന ഒരു വിദേശിക്കും ഭക്ഷണം നൽകി ജനങ്ങളുടെ സ്നേഹം നേടിയ വ്യക്തിയും കൂടിയാണ് അബ്ദുൾ സലാം. അഡ്വക്കേറ്റ് ജോയി തോമസ് സിനിമ സീരിയൽ നടൻ, സാഹിത്യകാരൻ, പത്രപ്രവർത്തകൻ. ദീപിക പത്രം പ്രിയാർഡിയാണ്. ദീർഘമായി സംസാരിക്കുന്നില്ല. ശാന്തിവിള പത്മകുമാറാണ് ഈ പരിപാടിക്ക് എന്നെ വിളിച്ചത്. അപ്പോൾ
ജാലകം സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ നിരവധി പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട് അദ്ദേഹം വിളിച്ച്. പത്മകുമാർ നടത്തുന്ന പരിപാടികളെ സംബന്ധിച്ച് ഉള്ളടക്കം ഉണ്ടാകും എന്ന് തീർച്ചയായിട്ടും നമുക്കറിയാം. അതുകൊണ്ട് തീർച്ചയായും പങ്കെടുക്കണമെന്ന് നിർബന്ധം തോന്നും. ഇവിടെ വന്നപ്പോൾ കാർഗിൽ വിജയദിനം സ്മരിക്കുന്ന, അതിനെക്കുറിച്ച് ഓർക്കുന്ന ഒരു ദിവസമായിട്ടാണ് ഇന്ന് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ പഞ്ചാബ് സാർ സംസാരിച്ച് പോയി. അദ്ദേഹം പറഞ്ഞതിനെ ഒരു 6-7 മണിക്കൂർ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ പറയാൻ എനിക്കും പറ്റും. അദ്ദേഹത്തിൻ്റെ ഞാൻ ജില്ലാ പഞ്ചായത്തിൽ വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. അദ്ദേഹം ഭിന്നശേഷി കമ്മീഷണറായിരുന്നു. അത് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല ഇവിടെ. അദ്ദേഹം ഭിന്നശേഷി കമ്മീഷണറായിരുന്നു കഴിഞ്ഞ നാളുകളിൽ. അവിടെ കൈക്കൊണ്ട ചില നിലപാടുകൾ ഇതിനേക്കാൾ വലിയ കാര്യങ്ങളാണ്. തീർച്ചയായും അതേക്കുറിച്ച് വിശദമായി പറയാൻ പോവുകയല്ല. ഇപ്പോൾ കേണൽ സാറിനോട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കറിയാവുള്ളതായിരിക്കും, എനിക്ക് ആദ്യമായിട്ടാണ് അത് അറിയുന്നത്. അദ്ദേഹം 30 വർഷം സേവന കാലാവധി പൂർത്തിയാക്കിയ ഒരു ഫുൾ കേണലായി വിരമിച്ച ഒരാളാണ്. സെക്കൻഡ് ലെഫ്റ്റനൻ്റായി പ്രവേശിച്ച് കേണലായി ഇറങ്ങി. അദ്ദേഹത്തോട് ഞാൻ പരിചയപ്പെടുമ്പോൾ അദ്ദേഹം പറഞ്ഞത് കേട്ടപ്പോൾ മറ്റൊരു അഭിമാനം കൂടി തോന്നി. എൻ്റെ 2 മക്കളും കേണലാണ് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ശൗര്യ ചക്രം ഉൾപ്പെടെ കരസ്ഥമാക്കിയ കേണലായി ഇപ്പോഴും സേവനമനുഷ്ഠിക്കുന്ന മക്കളുണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ ആ കുടുംബം തന്നെ രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടതായി തോന്നി വാസ്തവത്തിൽ. ഇപ്പോൾ ഞാൻ നേരത്തെ എക്സർവീസ് യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞാനും കുറച്ച് നാൾ സൈനിക കുപ്പായം ഇട്ടിട്ടുണ്ട് എന്നുള്ളൊരു അഭിമാനം കൂടി ഉണ്ട് വാസ്തവത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഈ പരിപാടിക്ക് അതിൻ്റെതായ പ്രാധാന്യം നമ്മൾ കാണുന്നു. മനസ്സ് നിറഞ്ഞ സന്തോഷമാണ് വാസ്തവത്തിൽ. ഇന്നും 26 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവത്തെ രാജ്യരക്ഷയോർത്ത് ഇന്നും നാം സ്മരിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. അപ്പോൾ അതിന് ജാലകം സാംസ്കാരിക സമിതിയുടെ പ്രവർത്തകരെ, സംഘാടകരെ ഹൃദ്യമായി അഭിനന്ദിക്കുന്നു. ഈ എണ്ണത്തിൽ കുറവാണെങ്കിലും പ്രൗഢമായ ഈ സദസ്സിന്, ഈ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങൾ ഉറപ്പിച്ച് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഞാനും വേദി വിട്ട് പോകും എന്നൊരു അനുവാദം ചോദിച്ചാൽ അവസാനിക്കുന്നു. നമസ്കാരം. കൊള്ളോട് ഗ്രാമത്തിൽ ജനനം, മലയങ്കീഴ്, കാട്ടാക്കട, തിരുന്തൂർ എന്നിവിടങ്ങളിലെ വിദ്യാഭ്യാസം. വിദ്യാഭ്യാസ കാലത്ത് തന്നെ നാടകങ്ങളും കവിതകളും എഴുതി തുടങ്ങി. കവിതയ്ക്ക് VKG അവാർഡ്, വള്ളുവനാടൻ സാഹിത്യവേദി അവാർഡ്, ഗുരുകുലം അവാർഡ്, സുരേന്ദ്രൻ സ്മാരക അവാർഡ്, മലയാളം ന്യൂസ് ഏർപ്പെടുത്തിയ ONV സാഹിത്യ പുരസ്കാരം എന്നിവ ഇതിനോടകം തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട്. അനശ്വര, വിസ്മയ ചാനൽ. നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷ അലങ്കരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, വളരെ ഇമോഷണലായിട്ടുള്ള ഒരു വിഷയം ആണ് സൈന്യത്തിനെ പറ്റി. സൈന്യത്തിലല്ലാത്തവർ സൈന്യത്തിനെ പറ്റി പറയുമ്പോൾ നമുക്ക് തരുന്ന ഒരു സ്നേഹാദരവ് വളരെ വില പിടിച്ചതാണ്. ഒരു ജഡ്ജി അദ്ദേഹം സൈന്യത്തിനെ പറ്റി പറഞ്ഞു പോയ കാര്യങ്ങൾ നമുക്ക് ഒരു മകുട ഉദാഹരണമാണ്. നമ്മുടെ ഒരു കിരീടമാണ് പട്ടാളക്കാർക്ക് കൊടുക്കുന്നത്. അത് എനിക്ക് മാത്രമായിട്ടുള്ള പട്ടാളത്തിലുള്ള എല്ലാവർക്കുമുള്ള ഒരു ബഹുമതിയും ഒരു അംഗീകാരവുമാണ്. പട്ടാളക്കാരുടെ ജീവിതം അവർ സ്വാർത്ഥതയില്ലാതെ ജീവിക്കുന്ന ഒരിതാണ്. എൻ്റെ തന്നെ അനുഭവം പറയാം. ഞാൻ 1971 യുദ്ധത്തിൽ 70 ഒരു വലിയ സീരിയസ് ആക്സിഡൻറ്റിൽ പെട്ടിട്ട് എൻ്റെ വലത്ത് കാല് 1 ഇഞ്ച് ചെറുതാണ്. ഇതാണ് എൻ്റെ കാല്. അപ്പോൾ പെർമനൻ്റ് ലോ മെഡിക്കൽ കാറ്റഗറി ആയിട്ട് ആണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെർമനൻ്റ് ലോ മെഡിക്കൽ കാറ്റഗറി. ഒരു പ്രൊമോഷന് യോഗ്യനല്ല, ക്യാപ്റ്റനാണ്. അവിടെ വെച്ച് തുടങ്ങുകയാണ്. അപ്പോൾ ഈശ്വരൻ്റെ ശക്തി എത്രയാണെന്ന് മനസ്സിലാക്കണം. ഈ ക്യാപ്റ്റനായിരുന്ന ഞാൻ 54 ആർട്ടിലറി ബ്രിഗേഡിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള ജനറൽ സ്റ്റാഫ് ഓഫീസർ ഗ്രേഡ് 3 ജോലി ചെയ്യുകയാണ്. എൻ്റെ മുകളിലൊരു മേജറുണ്ട്, പിന്നെ ബ്രിഗേഡിയറുണ്ട്. ഞങ്ങൾ സെക്കന്ദരാബാദിൽ നിന്നും 71 യുദ്ധത്തിന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ
എനിക്ക് ഓർഡർ വരികയാണ്, ഈ ലോ മെഡിക്കൽ കാറ്റഗറി ആയതുകൊണ്ട് യുദ്ധഭൂമി പോണ്ട, യുദ്ധം കൺട്രോൾ ചെയ്യുന്ന ഹെഡ്ക്വാർട്ടേഴ്സ് ഈസ്റ്റേൺ കമാൻഡ് കൽക്കട്ടയിലോട്ട് പോസ്റ്റ് ചെയ്യും, ട്രാൻസ്ഫർ. ആ ഓർഡർ വരുന്നത് എൻ്റെ കയ്യിലാണ്. ഞാനൊരു ത്യാഗം ചെയ്തെന്ന് പറയല്ല നിങ്ങളുടെ അടുത്ത്, പക്ഷെ അതിൻ്റെ ഫലം എനിക്ക് കിട്ടി. അതും കൂടെ പറയാം. ഞാനിതാരെയും കാട്ടിയില്ല. ഐ ഡിഡ് നോട്ട് ഷോ ടു എനിവൺ. ഞാനാണ് ലെറ്റർ പൊട്ടിക്കുന്ന ആദ്യത്തെ ഓഫീസർ ഞാനാണ്. അതെൻ്റെ ബോസിനെ, എൻ്റെ നേരെ മുകളിൽ മേജറുണ്ട്, പിന്നെ ബ്രിഗേഡിയറാണ്, വേറെ ആരുമില്ല. ആരെയും കാണിച്ചില്ല. യുദ്ധം കഴിഞ്ഞതിൻ്റെ അന്ന് ആർമി ചീഫ്, കോർ കമാൻഡർ എല്ലാവരും വന്നപ്പോൾ അവിടെ അവർ പറഞ്ഞു, ഈസ്റ്റേൺ കമാൻഡിൽ നിന്ന് വിളി എന്നെ അവിടെ വലിയ ജോലിയാണ്. കമാൻഡിൽ ബംഗ്ലാദേശ് ഓപ്പറേഷൻ മുഴുവൻ നടക്കുകയാണ്. അതിൻ്റെ കോർഡിനേഷൻ ചെയ്യാൻ ആർട്ടിലറി ബ്രാഞ്ചിൽ 3 ഓഫീസറാണ്, ഒരു ബ്രിഗേഡിയർ, ഒരു ലെഫ്റ്റനന്റ് കേണൽ, ഒരു ക്യാപ്റ്റൻ. ആ ക്യാപ്റ്റൻ്റെ പോസ്റ്റിലാണ് എന്നെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇവരെല്ലാം ചർച്ച ചെയ്തിട്ട് പറഞ്ഞു, അതിനേക്കാൾ എത്രയോ മടങ്ങ് വലിയ ദൗത്യമാണ് ഇവിടെ ചെയ്തത്. അതായത് ബാറ്റിൽ ഓഫ് ബസന്തർ എന്ന് പറഞ്ഞ് വെസ്റ്റ് പാകിസ്ഥാനിൽ നമ്മൾ പാകിസ്ഥാനകത്ത് കയറി, അടുത്തത് സഫർവാൾ, അത് കഴിഞ്ഞ് സിയാൽകോട്ട്. മനേഷ പറഞ്ഞു, നിങ്ങൾ സറണ്ടർ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ഇസ്ലാമാബാദിൽ വന്ന് ഷേക്ക് ഹാൻഡ് തരും എന്ന് പറഞ്ഞു. അത്രയ്ക്കും ബാറ്റിൽ ഓഫ് ബസന്തർ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതിൽ 100ഓളം പീരങ്കികൾ കൺട്രോൾ ചെയ്യുന്ന ജോലിയാണ് ഞാൻ ചെയ്തത്. 9 രാത്രി ഉറങ്ങാതെ ഫയർ കൺട്രോൾ ചെയ്തു അവിടെ. എന്നിട്ട് ഞാൻ പറയാൻ കാര്യം, ഈ ചെറിയ കാല് വെച്ചിരുന്ന് ഞാനൊരു 9 വർഷം പെർമനൻ്റ് ലോ മെഡിക്കൽ കാറ്റഗറി ഓഫീസറാണ്. ഞാൻ ചോദിക്കാതെ ആർമി ഹെഡ്ക്വാർട്ടേഴ്സ് എൻ്റെ അടുത്ത് പറയാണ്, വൈ ഡോണ്ട് യു അപ്പീൽ ഫോർ എ റിവ്യൂ ഓഫ് യുവർ മെഡിക്കൽ കാറ്റഗറി, നിങ്ങളുടെ മെഡിക്കൽ കാറ്റഗറി റിവ്യൂ ചെയ്യാൻ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. ഇങ്ങോട്ട് പറയും. ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല, നല്ല കാര്യം ചെയ്താൽ നല്ലത് വരും എന്നുള്ളതാണ്. ഞാൻ അപ്ലൈ ചെയ്യുന്നു, എൻ്റെ മെഡിക്കൽ ബോർഡ് ഓർഡർ ചെയ്യുന്നു, ഞാൻ പോകുന്നു. മെഡിക്കൽ ബോർഡിൽ എൻ്റെ അടുത്ത് പറഞ്ഞു, വലത്തെ കാലിൽ നിന്ന് ഇടത്തെ കാൽ പൊക്കാൻ പറഞ്ഞു. എൻ്റെ ഈ ഹൈറ്റിൽ ഞാൻ പൊക്കി, എന്നെ A1 ആക്കി. അടുത്ത വർഷം എൻ്റെ അപ്രൂവലാണ്, ബോർഡാണ്, പ്രൊമോഷൻ ബോർഡ്, മേജർ ടു ലെഫ്റ്റനന്റ് ബോർഡ്. ഞാൻ അതിനുള്ള ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല എനിക്ക്. കാരണം എന്ന് വെച്ചാൽ ഈ ലോ മെഡിക്കൽ കാറ്റഗറി ആയതുകൊണ്ട് എനിക്ക് കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു കോഴ്സിനും പോകാൻ പറ്റില്ല. അങ്ങനെ ഒരു ക്വാളിഫിക്കേഷനും എനിക്ക് സ്റ്റാഫ് കോളേജ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എല്ലാം ചെയ്യുന്ന ജോലിയെല്ലാം 9 മാർക്കാണ്. 9 മാർക്ക് 9 മാർക്ക്. ഒരു ദിവസം എനിക്കൊരു ടെലിഫോൺ കോൾ കിട്ടുകയാണ് ഡൽഹിയിൽ നിന്ന്. ഒരുപാട് വലിയ ഹൈലി ക്വാളിഫൈഡ് ആരും ആയില്ല, യു ആർ അപ്രൂവ് ടു ബി എ കേണൽ. എനിക്ക് രോമാഞ്ചം വരുക പറയുമ്പോൾ. എനിക്ക് തന്നെ അത്ഭുതം, ഇതെങ്ങനെയാണ് ഞാൻ കേണലായത്. അപ്പോൾ എൻ്റെ ജോലി നോക്കിക്കൊണ്ട് ഞാൻ ഈ ലോ മെഡിക്കൽ കാറ്റഗറി ആയിട്ട് മുഴുവൻ സമയം യുദ്ധം ചെയ്തതുകൊണ്ട് ഇതവിടെ നോക്കിയിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ നീതി ഇത്രയും നല്ലതാണെന്ന് പറയാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞു. ഇന്നും ഈ കാലം ഇത്രയും ചെറുതാണ്. അത് 1970 പക്ഷെ ഇത് എനിക്കൊരു പരാധീനതയായിട്ട് തോന്നിയിട്ടേയില്ല. ഞാൻ എല്ലാ ജോലിയും നല്ലോണം ചെയ്തു. അത് വളരെ ഈശ്വരാധീനം കൊണ്ടാണ്. ഇനി ഞാൻ കാർഗിലിലോട്ട് കിടക്കാം. കാർഗിൽ യുദ്ധം എന്ന് പറയുമ്പോഴേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കാർഗിൽ വാസ് ഓൾസോ നോൺ ഒരു ഡിസിസീവായ യുദ്ധമായിരുന്നു. ആ യുദ്ധത്തിലെ ചതിയായിരുന്നു പാകിസ്ഥാൻ്റെ സൈഡിൽ നിന്നുണ്ടായത്. അതായത് ഒരു കൺവെൻഷൻ ആയിരുന്നു. ശൈത്യകാലത്ത് ഭാരതീയ സൈന്യം ഇങ്ങോട്ടും പാകിസ്ഥാൻ സൈന്യം അങ്ങോട്ടും അവരുടെ പിക്കറ്റിൽ നിന്നും പിൻവലിക്കും. നമ്മൾ നേരെ ഐ ടു ഐ കോണ്ടാക്റ്റിലാണ്, ഐബോൾ ടു ഐബോൾ കോണ്ടാക്റ്റ് ഇരിക്കുകയാണ്. അപ്പോൾ ഭാരതീയ സൈന്യം ഇവിടെ വരുമ്പോൾ പാകിസ്ഥാൻ സൈന്യം അവിടെ പീസ് സ്റ്റേഷനിൽ പോകും, ബാരക്സിൽ പോകും. അത് എത്രയോ വർഷമായിട്ട് നടന്നു വരുന്നതാണ്. ഈ 97 കാർഗിൽ, 99 കാർഗിൽ യുദ്ധം. അതിനു മുമ്പേ വരെ ഇങ്ങനെ ഒരു കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു ദിവസം ഒരു ബക്രവാൾ എന്ന് പറഞ്ഞാൽ
ഈ കാശ്മീരിൽ ബക്രി എന്ന് പറഞ്ഞാൽ ആടുകളെ മേയ്ക്കുന്നവനാണ് ബക്രവാൾ എന്ന് പറയുന്നത്. അയാൾ പറഞ്ഞു, ഞാൻ മലയുടെ മുകളിൽ നിന്ന് വരികയാണ്, അവിടെ നിങ്ങളുടെ ബംഗാറിലൊക്കെ പാകിസ്ഥാൻകാർ വന്നിരിക്കുന്നുണ്ട്. അവര് അവിചാരിതമായി കാർഗിലിലെ നമ്മുടെ പൊസിഷൻസ് ഓക്യുപ്പൈ ചെയ്യുക. ഇച്ചിരി വിട്ട് ഞാൻ സംസാരിക്കാം. ഭാരതം ഈശ്വരന്റെ സ്വന്തം ക്രിയേഷനായ ഒരു രാജ്യമാണ്. എന്തുകൊണ്ട്? നമുക്ക് മാത്രമേ ഹിമാലയമുള്ളൂ. എങ്ങനത്തെ മതിലാണത്? എത്ര നിരയാണത്? 12,000 അടി കയറി കഴിയുമ്പോൾ 13,000 അടി മുമ്പ് നിൽക്കും. 13,000 കയറി കഴിയുമ്പോൾ 14,000 അടി നിൽക്കും. അത് കഴിയുമ്പോൾ 15,000 അടി, 18,000 അടി, 12,000 അടി വരെ കയറിയിട്ടുണ്ട് ഞാൻ ഈ കാല് വെച്ച്. മാത്രമല്ല, കമാൻഡിങ് ഓഫീസറായിട്ട് അപ്രൂവ് ആയപ്പോൾ എനിക്ക് കിട്ടിയത് ഒരു കോർ, അതായത് ബ്രിഗേഡ്, ഡിവിഷൻ, കോറിന് മുഴുവൻ സ്വന്തമായ ഒരു റെജിമെന്റിന്റെ കമാൻഡിങ് ഓഫീസറായിട്ടാണ് എനിക്ക് കിട്ടിയത്. തേജ്പൂരിലാണ് ആദ്യം പോകുന്നത്. അവിടുന്ന് 6 മാസം കഴിഞ്ഞപ്പോൾ ആ റെജിമെന്റിനെ കൊണ്ട് ഞാൻ പോയിട്ട് കാശ്മീരിൽ ഗുരുദാസ്പൂർ, പഞ്ചാബ് മുതൽ പൂഞ്ച് വരെ എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. എൻ്റെ ഉറക്കം റോഡ് സൈഡിലായിരിക്കും. എൻ്റെ ജീപ്പിൽ ഹുക്കിട്ടിട്ടുണ്ട്. രാത്രിയാകുമ്പോൾ ഷെൽട്ടറിടും, കട്ടിലടിയിലിട്ടും. അവരെനിക്ക് വേണ്ട ഭക്ഷണം അവരുണ്ടാക്കും. എന്തായാലും കോഴിയും മറ്റും മറിച്ചുമൊക്കെ ഉണ്ടാവും. അവരെല്ലാം നല്ല ഭക്ഷണം തരും. പട്ടാളക്കാർ നമ്മുടെ ആത്മാർത്ഥത കണ്ടാണ് അവർ നമ്മളെ സ്നേഹിക്കുന്നത്. നമ്മുടെ ആത്മാർത്ഥത കണ്ടാണ് നമ്മളെ ബഹുമാനിക്കുന്നത്. ആണല്ലോ, അങ്ങനെയാണ്. സുപ്പീരിയർ എങ്ങനെ നമ്മൾ ആത്മാർത്ഥത കാണിക്കും, അത്രത്തോളം നമുക്ക് സ്നേഹം കൂട്ടും. എനിക്ക് പറയാനുള്ളത്, ഭാരതം എന്ന് പറഞ്ഞ കൺട്രി ലോകത്ത് ഒന്നാണ്. അതിന് ഹിമാലയം ഒരു ബൗണ്ടറി ആയിട്ട് തന്നു. 3 സൈഡിലും നമുക്ക് സമുദ്രം തന്നു. 3 സൈഡിലും സമുദ്രം തന്നു. മാത്രമല്ല, ആൻഡമാൻസ് എത്ര എയർക്രാഫ്റ്റ് കാരിയറിന് തുല്യമാണ് ഒരു ആൻഡമാൻസ്? ലക്ഷദ്വീപ് എത്ര എയർക്രാഫ്റ്റ് കാരിയറിന് തുല്യമാണ്? ഇത് ഈശ്വരൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി തന്ന രാജ്യത്തിലാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത്. നമ്മളെ ആർക്കും ഒന്നും ചെയ്യാൻ ഒക്കില്ല. ആർ യു ഗെറ്റിംഗ് മൈ പോയിന്റ്? നോബഡി കാൻ ടച്ച് യു. അത്രയും ഈശ്വരനാൽ തന്ന ഡിഫൻസ് അവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ സൈന്യം, നമ്മുടെ ആർമി ആയാലും നേവി ആയാലും എയർഫോഴ്സ് ആയാലും സുശക്തമാണ്. നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്ക് നമുക്ക് നെഞ്ച് നിവർത്തി വച്ച് പറയാൻ കഴിയും, ഇന്ത്യയുടെ നേരെ കണ്ണ് നോക്കണവൻ്റെ കണ്ണ് ചൂർന്നെടുക്കാൻ കഴിവുള്ള സൈന്യമാണ് ഭാരത സൈന്യം. അത് തെളിയിച്ചത് ഓപ്പറേഷൻ സിന്ദൂർ വഴിയാണ്. കൾമിനേറ്റിംഗ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 9 ഉറവിടങ്ങൾ, ഉഗ്രവാദികളുടെ ഉറവിടങ്ങൾ പഹൽഗാം ഇൻസിഡന്റിന് ശേഷം തിരക്കി പിടിച്ച് നമ്മുടെ എയർഫോഴ്സ്, ഇന്ത്യൻ എയർഫോഴ്സ് പോരാതെ നമ്മുടെ ബാക്കി എല്ലാ ശക്തിയും തിരക്കി പിടിച്ച് അവൻ്റെ ഉഗ്രവാദികളെ ട്രെയിൻ ചെയ്യുന്ന നഴ്സറിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് അടക്കം 9 സ്ഥലങ്ങൾ തകർത്ത് തരിപ്പണമാക്കാൻ നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിന് കഴിഞ്ഞു. അത് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു ഭയങ്കര സംഭവമാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ നടന്നതെന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. കാർഗിലിൽ പുറകോട്ട് പോകാം, മുന്നോട്ട് വരാം. അതുമാണ് ഞാനിത് പറയാൻ കാര്യം. ഒരു രാജ്യത്തിന് ഇത് ചിന്തിക്കാനൊക്കില്ല. പാകിസ്ഥാൻ ഡ്രോൺസ് അയച്ചു. പക്ഷികളെ വെടിവെച്ചിടും പോലെയാണ് ഒറ്റയടിക്ക് നമ്മുടെ മിസൈൽസും, നമ്മുടെ ബ്രഹ്മോസിൻ്റെ മിസൈൽസും S-300 എന്ന് പറഞ്ഞ സ്പെഷ്യൽ നമ്മുടെ ബാലിസ്റ്റിക് മിസൈൽസ് വർക്ക് ചെയ്തത്. നമുക്ക് അഭിമാനപൂർവ്വം പറയാം, അതിൻ്റെ ഒരു ഉറവിടം തിരുവനന്തപുരമാണ്. മനസ്സിലാക്കിക്കൊള്ളൂ, ഒരു മഹാശക്തിയായിട്ടാണ് ഇന്ത്യ വളരുന്നത്. പലർക്കും അസൂയാഭാവമാണ്, ഇൻക്ലൂഡിങ് ട്രംപ്. ഇപ്പൊ ട്രംപിന്റെ ചില വാലടികളും കാലടികളും ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട്, കാണാറുണ്ട്. പക്ഷെ ട്രംപിനെയും മിണ്ടാതിരിക്കാൻ പറയാനുള്ള ശക്തി ഇന്ത്യ ആർജിച്ചു കഴിഞ്ഞു. ഇന്ത്യയിലെ ഇന്നത്തെ ഏറ്റവും വലിയ ശക്തി എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ
എല്ലാത്തിലും സ്വയം പര്യാപ്തത ആർജിക്കുന്നവരാണ്. നമ്മൾ സ്വന്തമായിട്ട് എയർക്രാഫ്റ്റ് ഉണ്ടാക്കുന്നു, യുദ്ധം ചെയ്യാനുള്ള എയർക്രാഫ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നു. നമ്മൾ ഒന്നല്ല 2 എയർക്രാഫ്റ്റ് കാരിയർ ഉണ്ടാക്കിയ രാജ്യമാണ്. ഒരെണ്ണം നമ്മൾ വിദേശത്തിന് വേണ്ടി ഉണ്ടാക്കി കച്ചവടം ചെയ്യാൻ പോവാണ്. അത് വെച്ച് കാശുണ്ടാക്കാൻ പോവാണ് ഭാരതം. ഡോണ്ട് വറി യങ് പീപ്പിൾ, യു ആർ ഇൻ എ വണ്ടർഫുൾ ബ്ലെസ്ഡ് കൺട്രി ഭാരതം. ഇനി ഞാൻ കാർഗിലോട്ട് കിടക്കാം. കാർഗിൽ കോൺഫ്ലിക്റ്റ് എന്നറിയപ്പെടുന്നത് ആംഡ് ഫോഴ്സ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഫ്രം May to July 1999 ആയിരുന്നു. 1999 മെയ് മുതൽ ജൂലൈ വരെ ആയിരുന്നു അതിൻ്റെ. അതായത് LOCയിൽ, അതായത് ഈ ബക്രവാൾ വന്ന് പറഞ്ഞു, ബക്രവാൾ എന്ന് പറഞ്ഞാൽ ഈ ആട്ടിടയൻ പറഞ്ഞു, പട്ടാളത്തിൻ്റെ നമ്മുടെ ഭാരതത്തിൻ്റെ ബങ്കറിലെല്ലാം പാകിസ്ഥാനി വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ജനറൽ മലിക് ആയിരുന്നു നമ്മുടെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ്, വാജ്പേയി ജി ആയിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി. ആ സമയത്ത് അതിനെ നമ്മൾ ഉൾക്കൊള്ളുകയും അതിൽ ഓപ്പറേഷൻ വിജയ് എന്ന പേര് ഈ യുദ്ധത്തിന് നേടിയെടുക്കാൻ കഴിയുകയും ചെയ്തത് പൂർണ്ണമായ വിജയം കൊണ്ടാണ്. നമ്മുടെ എല്ലാ പൊസിഷനും പാകിസ്ഥാനികൾ ഓക്യുപ്പൈ ചെയ്തു. അതായത് ഒരു കൺവെൻഷൻ എന്ന് പറഞ്ഞതുപോലെ ശൈത്യകാലമാകുമ്പോൾ ഭാരത സൈന്യം ബാരക്കിൽ വരികയും പാകിസ്ഥാൻ സൈന്യം അവരുടെ ബാരക്കിൽ പോകുന്ന ഒരു കൺവെൻഷൻ, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. ലോക്കൽ കമാൻഡേഴ്സ് ഫ്ലാഗ് മീറ്റിംഗ് കൂടി അത് അങ്ങനെ ചെയ്യുന്ന പതിവായിരുന്നു അന്ന് വരെ ഉണ്ടായിരുന്നു. അതിനെ മാനിക്കാതെ പാകിസ്ഥാനി സൈന്യം, മുഷാറഫിൻ്റെ പാകിസ്ഥാനി സൈന്യം നമ്മുടെ ബങ്കറുകൾ ഓക്യുപ്പൈ ചെയ്തു എന്ന് ഈ ആട്ടിടയൻ പറഞ്ഞപ്പോൾ നമ്മുടെ പെട്രോൾ പോയി 5 പേരെ തടവിലാക്കി. എന്നിട്ട് ഒരു വ്യക്തിയെ അംഗവിച്ഛേദം ചെയ്ത് ഇന്ത്യയിൽ കൊടുത്തയച്ചു. അത് സൈന്യത്തിൻ്റെ അധിപന്മാർക്കും സൈന്യത്തിനും ഓരോ പട്ടാളക്കാരൻ്റെയും വീര്യത്തിലും അഭിമാനത്തിലും ഛേദം വരുത്തുന്നതാണ്. അത് ചെയ്തതിൽ പാകിസ്ഥാൻ നമുക്ക് ഗുണം ചെയ്യുന്നു വിചാരിക്കണം. കാരണം നമ്മുടെ എല്ലാം അഭിമാനത്തിൽ അവർ തൊട്ട് കളിച്ചു. ഓരോ പട്ടാളക്കാരനും ഒരു വാശിയായി മാറി. സത്യം പറയുകയാണെങ്കിൽ കാർഗിൽ ഹിൽസില് നമ്പർ 1 ഹൈവേ, നമ്പർ 1 NH1 ലഡാക്ക് വരെ പോകുന്ന NH1 നോക്കി നിൽക്കുന്ന പർവ്വത നിരകൾ, ഇതുപോലത്തെ ചുവര് പോലത്തെ ഇതാണ് മൗണ്ടൻ. ഇത് കയറിയാണ് പോകാൻ. നമ്മുടെ പട്ടാളം ടാലോലിങ്ങിലായാലും കാർഗിലായാലും അവരെ ഓരോ ബങ്കർ ടു ബങ്കർ ഫൈറ്റ് ചെയ്ത് അവിടുന്ന് എവിക്റ്റ് ചെയ്ത് മറുവശത്ത് അവരെ കളഞ്ഞു. അവരുടെ ഡെഡ് ബോഡികൾ കൂമ്പാരമായി നമ്മുടെ സൈഡിലുണ്ടായി. എന്നാൽ ആ സമയത്ത് 1999 വാജ്പേയിജി പറഞ്ഞു 2 ന്യൂക്ലിയർ ശക്തികളാണ്. 98 അവര് ആറ്റം ബോംബിൻ്റെ ന്യൂക്ലിയർ ബോംബിൻ്റെ പരീക്ഷണങ്ങളിൽ വിജയിച്ചത്. അതിന് എത്രയോ 5 വർഷം മുമ്പാണ് നമ്മുടെ ന്യൂക്ലിയർ ഇത് സക്സസ്ഫുൾ ആയത്. അതായത് 1974. നമ്മൾ ആദ്യം പരീക്ഷിച്ചത് 74 ന്യൂക്ലിയർ പവർ. ഇപ്പോൾ 2 ന്യൂക്ലിയർ പവർ തമ്മിലുള്ള ഒരു യുദ്ധമാണ്. ലോകത്തിൻ്റെ തന്നെ നാശം ഉണ്ടാകുന്നുള്ളൊരു യുദ്ധമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്ന നമ്മളെപ്പോലെ അല്ല, അവിടെ ഇരിക്കുന്ന ആർമി ചീഫിനും എയർഫോഴ്സ് ചീഫിനും രാഷ്ട്രപതിക്കും നമ്മുടെ പ്രധാനമന്ത്രിക്കും നമ്മുടെ പ്രതിരോധ മന്ത്രിക്കുമുള്ള ചുമതല. ഇതൊരു ന്യൂക്ലിയർ ഫ്ലാഷ് പോയിന്റായിട്ട് മാറുകയാണെങ്കിലുള്ള അവസരം എന്തായിരിക്കും അവസ്ഥ? ലോകത്തിൻ്റെ തന്നെ നാശം ഉണ്ടാകുന്ന ഒരു സംഭവം ലോകമഹായുദ്ധമായി മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ അവസരത്തിൽ സംയമനം പാലിച്ചുകൊണ്ട് നമ്മൾ കരസേനയെ നല്ലവണ്ണം സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സ് ഓപ്പറേഷൻ പേരുണ്ട്, മറന്നുപോയി, ഒരു പേര് കൊടുത്തിരുന്നു,
സഫേദ് സാഗർ ഓപ്പറേഷൻ 85 വയസ്സ് കഴിഞ്ഞ് 86 കയറി, ഓർമ്മശക്തി കുറച്ച് കുറഞ്ഞു പോകണം, അതുകൊണ്ട് ക്ഷമിക്കണം. സഫേദ് സാഗർ, വെളുത്ത കടൽ എന്ന് കോഡ് നെയിം കൊടുത്ത ഓപ്പറേഷനിൽ പാകിസ്ഥാനികളുടെ ഓരോ നമ്മുടെ ഓക്യുപ്പൈഡ് ബങ്കർ നമ്മുടെ ഇന്ത്യൻ വ്യോമസേന തകർത്ത് തരിപ്പണമാക്കി. അപ്പോൾ നമുക്ക് നമ്മുടെ സൈന്യത്തിന് അറ്റാക്ക് ചെയ്ത് അവിടെ ചെയ്യാൻ ഒരുപാട് സഹായമായി അത് ഇന്ത്യൻ എയർഫോഴ്സിന്. ഇന്ത്യൻ നേവി ബ്ലോക്കേഡ് ഉണ്ടാക്കി കറാച്ചി. സംയോജിതമായ ഇന്ത്യൻ നേവിയുടെയും ഇന്ത്യൻ ആർമിയുടെയും ഇന്ത്യൻ എയർഫോഴ്സിൻ്റെയും പ്രയത്നഫലമായി ഓപ്പറേഷൻ അന്ന് നമ്മൾ വിജയിച്ചു. ഓപ്പറേഷൻ്റെ പേര് ഓപ്പറേഷൻ സിന്ദൂർ അല്ല, അതിന് മുമ്പുള്ളതാണ് സഫേദ് സാഗർ. ആലോചിച്ച് നോക്കൂ, ലോക രാജ്യങ്ങളുടെ ഇടയിൽ വാജ്പേയിജി പ്രധാനമന്ത്രി ആയിരിക്കും പറയും ഒരു യുദ്ധം ജയിച്ചു നമ്മൾ, വിക്ടറി, വി ഹാവ് ഗോട്ട് വിക്ടറി എന്ന് അദ്ദേഹം പറഞ്ഞു. അതാണ് ജൂലൈ 26 നമ്മൾ വിജയ ദിവസമായി ആഘോഷിക്കുന്ന ആ ദിവസമാണ് ഇന്ന് സ്വാഗതമായിരിക്കുന്നത്. ആ അവസരത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് അവസരം തന്ന നിങ്ങളോട് എല്ലാവരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് കാർഗിലിൻ്റെ റിസർച്ച് ചെയ്ത പേപ്പേഴ്സ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അരമണിക്കൂർ ഞാൻ നിങ്ങളെ പ്രസംഗിക്കാം, നിങ്ങളെല്ലാം ബോറടിക്കും, അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഒറ്റ കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യയുടെ കൂടെ പഹൽഗാമിന് ചെയ്തതിന് നമ്മൾ അകത്ത് കയറി 9 അവരുടെ ഒളിപ്പോൾ സംഘവനങ്ങൾ, അതായത് ടെററിസ്റ്റ് നഴ്സറി സ്കൂൾ അടക്കം തവിട് പൊടിയാക്കി, അവരുടെ എയറോഡ്രാമുകളെല്ലാം നിഷ്ക്രിയമാക്കി. അതോടുകൂടി നമ്മുടെ എയർഫോഴ്സിന് സുപ്പീരിയോറിറ്റി കിട്ടി. നമുക്ക് പാകിസ്ഥാൻ എന്ന രാജ്യം ഇല്ലാതാക്കാമായിരുന്നു, പക്ഷേ നമ്മൾ ഒരു സീസ് ഫയർ പറഞ്ഞതുകൊണ്ട് നമ്മളത് സംയമനം പാലിച്ചു. അത് മഹാഭാരതത്തിൻ്റെ മാന്യതയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നല്ല കാര്യങ്ങൾ തന്നെയാണ്. പട്ടാളത്തുമായിട്ട് അനുഭവപ്പെട്ട അനുഭവങ്ങളെക്കുറിച്ച് സാറ് പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ ഗൗരി ശങ്കരം, കൂടാതെ ബനാറസ് സിനിമ പോലുള്ള ആർട്ട് ഡയറക്ടർ കൂടിയായിരുന്ന, ഇപ്പോൾ 2ാം സിനിമ എടുത്ത നമ്മളെ വളരെ ലളിതകലാ അക്കാദമി ചെയർമാൻ കൂടിയായ നേം പുഷ്പരാജ് ഏട്ടനെ ക്ഷണിക്കുന്നു. കേണൽ RG നായർ സാർ, പ്രിയപ്പെട്ട ശാന്തിവിള പത്മകുമാർ, ശാന്തിവിള വിനോദ്, മറ്റ് ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 26 വർഷത്തിന് ശേഷം നമ്മൾ കാർഗിലിനെ ഓർമ്മിക്കുകയും ഇത്തരത്തിൽ ഒരു സമ്മേളനം വിളിച്ചുകൂട്ടാൻ കഴിഞ്ഞ മലയാളം ന്യൂസ് നെറ്റ്വർക്കിന് എൻ്റെ സന്തോഷവും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. 26 വർഷങ്ങളൊരു ചെറിയ പീരീഡ് അല്ല, 4 നൂറ്റാണ്ട് ആകുന്നു. എപ്പോഴും യുദ്ധങ്ങൾ ജയിക്കുന്നവൻ കരിക്കട്ടയും മരിക്കുന്നവൻ ചാരവും എന്നാണ് പറയാറുള്ളത്. അത്തരത്തിൽ 2 കൂട്ടർക്കും വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു യുദ്ധമാണ്. ശരിക്കും ഈ യുദ്ധത്തിൻ്റെ കാരണം ഇവിടെ കേണൽ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു. ഞാൻ സത്യത്തിൽ അത്തരത്തിൽ ഒരു കാര്യത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല, കാരണം ഇനി അതൊരു ആവർത്തനമായിട്ട് മാറണ്ട. പക്ഷെ എങ്കിലും പാകിസ്ഥാൻ കാണിച്ച ഒരു വലിയ ചതിയുടെ മറുപടിയായിരുന്നു കാർഗിൽ. 1999 ഏപ്രിൽ 2 വാജ്പേയി വളരെ മനോഹരമായ ഒരു ദൗത്യമായിട്ടാണ് പാകിസ്ഥാനിലേക്ക് പോകുന്നത്. അവിടെ ഒരു ബസ്സിൽ ഇന്ത്യയും പാകിസ്ഥാനും ഇടയ്ക്കുള്ള ഒരു സർവീസ് തുടങ്ങാനും അത്തരത്തിലൊരു സൗഹൃദത്തിനുമായിട്ട് അവിടെ ചെന്നിറങ്ങുന്നു. നവാസ് ഷെരീഫ് അവിടെ കാത്തു നിൽക്കുന്നു, അദ്ദേഹം ആലിംഗനം ചെയ്യുന്നു. അപ്പോൾ നേരത്തെ പത്മകുമാർ പറഞ്ഞതുപോലെ വാജ്പേയി ചോദിക്കുകയാണ്, ഇത്രകാലം നമ്മൾ ശത്രുക്കളായിട്ട് നിന്നു, ഇനിയെങ്കിലും നമുക്കത് വെടിഞ്ഞുകൂടെ, നമുക്ക് സൗഹൃദം ആയിക്കൂടെ എന്ന് ചോദിച്ചുകൊണ്ട് അതൊരു വലിയ ഊഷ്മളമായ ഒരു സമയത്ത് അവിടെ ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. അവിടുത്തെ കേണൽ ജനറൽ പർവേസ് മുഷറഫ് അവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഇതിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. അത് എല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യമായിരുന്നു. അദ്ദേഹം ഈ സമയത്ത് എങ്ങനെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാമെന്നുള്ള ഒരു
പ്ലാൻ ചെയ്യുന്ന സമയമായിരുന്നു. അതിന് കൊടുത്ത മറുപടിയാണ് ഇവിടെ കേണലും പത്മമാർവൊക്കെ നേരത്തെ സംസാരിച്ചത്. അതൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പോൾ അത്തരത്തിൽ ഒരു ഊഷ്മളമായ ഒരു മഞ്ഞുരുകലിൻ്റെ കാലത്ത് സ്വപ്നം കണ്ടുകൊണ്ട് അന്നത്തെ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട വാജ്പേയി അവിടെ ചെല്ലുമ്പോൾ അവർ സ്വീകരിക്കുകയും മറുഭാഗത്തു കൂടി ഇന്ത്യക്കെതിരായിട്ടൊരു വലിയ ചതിപ്രയോഗം നടത്തുകയും ചെയ്തു. അതിനുള്ള ശിക്ഷ പൂർണ്ണമായിട്ടും അവർക്ക് കിട്ടി. ഇതില് ഇപ്പോൾ കേണൽ സാർ പറഞ്ഞതുപോലെ ഏറ്റവും അവസാനം നമ്മളെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോയ ഒരു പട്ടാളത്തുകാരൻ്റെ കണ്ണ് ചുഴഞ്ഞ് എടുത്തിട്ടാണ് അവർ തിരിച്ചയക്കുന്നത്. അതിനുള്ള പാരിതോഷികമായിട്ടാണ് ഈ കാർഗിലിൽ അവർക്ക് ഏറ്റവും വലിയ അടി കൊടുത്തത്. അപ്പോൾ ഒരിക്കലും തീർച്ചയായിട്ടും ഈ ഇന്ത്യയുടെ മറുപടി, യുക്തമായ മറുപടി, ഇപ്പോൾ കേണൽ സാർ പറഞ്ഞതുപോലെ തന്നെ ഇനിയും ഏറ്റവും വലിയ ശക്തികൾക്ക് മേലെയായിട്ട് ഇന്ത്യയെ മാറ്റുന്നത് നമ്മുടെ സൈനിക ശക്തിയും അധികാര ഇച്ഛയും ഒക്കെ തന്നെയാണ്. തീർച്ചയായിട്ടും അതിൽ പങ്കെടുത്ത മുഴുവൻ ജവാന്മാരെയും ഓർക്കുന്നു. ഇവിടെ ജവാന്മാരും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്. അവർ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്നതല്ല. എല്ലാ ജവാന്മാരെയും ഇതിനുവേണ്ടി മരണമടഞ്ഞ 500-ൽ പരം ജവാന്മാരെയും ഓർത്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യനായ അധ്യക്ഷൻ, പോയെങ്കിലും ഉദ്ഘാടകൻ, വേദിയിലും എൻ്റെ മുമ്പിലും ഇരിക്കുന്ന സുഹൃത്തുക്കളെ നമസ്കാരം. ഇനിയൊരു പ്രസംഗത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാനൊരു പ്രാസംഗികനുമല്ല. പക്ഷേ എത്ര ഉന്നതന്മാരായാലും നമ്മളിടയിൽ തങ്ങി നിൽക്കുന്ന ചില തെറ്റായ ധാരണകളെക്കുറിച്ച് 2-3 വാക്കുകൾ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം പറയാണ്. വാഗൺ അതിർത്തിയിൽ ഒരു 3 പ്രാവശ്യത്തിൽ കൂടുതൽ പോയ ആളാണ് ഞാൻ ഭാരത് മാതാക്കി എന്നുള്ള ഒറ്റ മുദ്രാവാക്യം അവിടെ കേട്ടിട്ടുള്ളൂ. ആ മുദ്രാവാക്യം വിളിച്ചത് പട്ടാളക്കാർ മാത്രമല്ല, അവിടെ കാണാൻ നിന്നിരുന്ന ആയിരക്കണക്കിന് ആൾക്കാർ ഉറക്കെ വിളിച്ച മുദ്രാവാക്യമായിരുന്നു ഭാരത് മാതാക്കി ജയ് എന്നുള്ളത്. ഇതിൽ തെറ്റിട്ടുണ്ടെങ്കിൽ പട്ടാളത്തിലുണ്ടായിരുന്ന ആൾക്കാരൊന്ന് അങ്ങനെ അല്ല വേറെ മുദ്രാവാക്യം വിളിച്ചിരുന്നു പറഞ്ഞാൽ ഞാനത് ഏറ്റെടുക്കാം, എൻ്റെ തെറ്റ് ഞാൻ തിരുത്താം. മറ്റൊന്നുള്ളത്, വാഗൺ അതിർത്തിയിൽ 3 ഞാൻ ഈ തെറ്റും നമ്മൾ ഇനി എന്തെങ്കിലും ആയിരിക്കോ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത് എന്നുള്ളത് കൊണ്ട് മാത്രം പറയാം, ആരെയും വിമർശിക്കാനല്ല. 3 വിഭാഗത്തിൻ്റെ പേര് പറഞ്ഞു. ആ വേഷത്തിലാണ് ആൾക്കാരവിടെ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംഭവമില്ല. പട്ടാളക്കാർ ഒരു ഘട്ടമെന്നുള്ള ഇവിടുത്തെ പട്ടാളക്കാർ തന്നെ സംസാരിച്ചു. എന്തിന് ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ജനമനസ്സിൽ ഉറപ്പിക്കണം? ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഏത് കാര്യം ചെയ്യുമ്പോൾ. അങ്ങനെയാണ് ഈ വിഘടനവാദം ഇതൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ മനസ്സിലാക്കുന്നു. ഞാൻ ആ പറഞ്ഞ കാര്യങ്ങൾ ആ പോയിന്റ് ഇതിലെഴുതി വെച്ചതാണ്. പിന്നെ യുദ്ധം വരുന്ന സമയത്ത് മാത്രം ദേശപ്രേമം ഉണ്ടാകുന്ന ആളല്ല എന്നെ സംബന്ധിച്ചോളം. ഞാൻ എല്ലാ ദിവസവും, ഞാനെന്ന് മാത്രമല്ല അവിടെ ഇരിക്കുന്ന ചിലരും സാറടക്കമുള്ള ആൾക്കാർ ഭാരതത്തിനെക്കുറിച്ചും ഭാരത മാതാവിനെക്കുറിച്ചും ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. അങ്ങനത്തെ ഒരായിരിക്കും ഭാരതത്തെ എല്ലാവരും ഞാൻ ചിന്തിക്കുന്നു. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഇതൊരു വിമർശനമായിട്ട് പറയുന്നതല്ല. എന്തെങ്കിലും പറയാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചിന്തിക്കാനാണ്. നമ്മുടെ നാട് നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും മഹത്തരമാണ്, ദേവഭൂമിയാണ്. സാറ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഹിമാലയത്തിനെ കുറിച്ചിട്ടും ഇങ്ങോട്ട് വരുന്ന സംഗതി. അതിൽ തന്നെ പുരാണങ്ങൾ എഴുതി വെച്ച് തന്നെ ഹിമാലയം സമാരഭ്യ യാവതിന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രജക്ഷത എന്നാണ്. ദൈവത്താൽ നിർമ്മിക്കപ്പെട്ട സ്ഥലം ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിച്ച് സമുദ്രത്തിൽ പതിക്കുന്നത് വരെ ആ ഭാരതം ഒന്ന് തന്നെയായിട്ടാണ് നമ്മൾ കാണേണ്ടത്. പക്ഷെ ആ ഭാരതത്തിൽ ഒരു വ്യത്യാസമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബ്രഹ്മദേശം, ഇന്നത്തെ മ്യാൻമർ, ഇതെല്ലാം അടങ്ങിയിരിക്കുന്നതാണ് ആ പ്രദേശം എന്നുള്ളത് കൂടിയിട്ടാണ്. അതുകൊണ്ട് എന്നെന്നും
കുറേ ആൾക്കാർ പറയുന്നൊരു ഭാഗമുണ്ട്, കൂരിരുൾ നീങ്ങും പ്രഭാതമാകും വീണ്ടും ഭാരതം ഒന്നാകും എന്നുള്ളൊരു ചിന്താഗതി. എനിക്ക് തോന്നുന്നു ഈ പ്രസംഗം കേട്ട സമയത്ത് ഇതേപോലെ പോയി കഴിഞ്ഞാൽ ഭാരതം ഒന്നാകും, നമുക്ക് നഷ്ടപ്പെട്ട പ്രദേശങ്ങളെല്ലാം കൂടി ചേർന്ന് എന്ന് ചിന്തിച്ചു പോവുകയാണ് അഭിമാനത്തോടു കൂടിയിട്ട്. അതിനൊരവസരം ഏതൊരു സമയത്തും നമ്മൾ യുദ്ധത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടി സർവവും മറന്നുകൊണ്ട് ഒരുമിച്ച് നിൽക്കുന്ന പട്ടാളക്കാർ, ഇന്ന് ആ പട്ടാളക്കാർ അഭിമാനികളാണ്. ഒരു സമയത്ത് പട്ടാളക്കാരും ജീവത്യാഗം ചെയ്തു കഴിഞ്ഞാൽ ആ പട്ടാളക്കാരുടെ മൃതശരീരം പോലും സ്വന്തം സ്ഥലത്തേക്ക് എത്തിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു. നമ്മൾ ഓർക്കണം. രാഷ്ട്രീയം വെടിഞ്ഞുകൊണ്ട് രാഷ്ട്രത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഈ സമാജത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അങ്ങനത്തെ കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പട്ടാളക്കാർ മരണമടഞ്ഞു കഴിഞ്ഞാൽ ആ പട്ടാളക്കാരെ അഭിമാനത്തോടുകൂടി സ്വീകരിക്കുകയും അവരെ വേണ്ട വിധത്തിൽ സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് എന്ന് കൂടി ഓർക്കണം. എത്രയോ വർഷങ്ങളായി 1947 ശേഷം ഇത്രയും കാലം എടുത്തു അങ്ങനെ വരെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കേണ്ടതാണ്. അതിനാൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, പട്ടാളത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാർ, കുറച്ച് ആൾക്കാർ പോയി കഴിഞ്ഞു. ഇവിടെ സാറ് ഇവിടെയുണ്ട്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം, സാർ റിട്ടയർ ചെയ്ത് കേരളത്തിൽ വന്ന് അതിന് സത്യം പറയാം പിറ്റേ ദിവസം മുതൽ നിരന്തരമായി ബന്ധപ്പെട്ട ഒരാളാണ് ഞാൻ. ഞങ്ങൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും, അതുകൊണ്ട് ഞാൻ സംശയം ചോദിച്ചു നേരത്തെ, ഇങ്ങനെ 3 വിഭാഗം വന്നിട്ട് അവിടെ സല്യൂട്ട് ചെയ്യാറുണ്ടോ, അതേപോലെ തന്നെ ഭാരത് മാതാക്കി അല്ലാതെ വേറെന്തെങ്കിലും ഒരു വ്യക്തികളുടെ പേരിൽ മുദ്രാവാക്യം വിളിക്കാറുണ്ടോ? ഈ ചോദ്യം ഞാൻ കേട്ടത് കൂടാതെ ഒന്നും കൂടി സംശയിച്ചു. ഈ മഹാനായ മനുഷ്യൻ നമ്മുടെ നാട് എങ്ങനെ കാണുന്നു, പട്ടാളക്കാരെ ചില ആളുകൾ എന്നുള്ളതിനെ കുറിച്ച് ഞാൻ നോക്കുകയാണ്. ഞാൻ പേര് തന്നെ പറയാം. ക്ഷമ മുഹമ്മദ് എന്ന് പറയുന്നൊരു പെൺകുട്ടി, ഇദ്ദേഹം കൂടി പങ്കെടുത്ത ചർച്ചയിൽ ഞാനന്ന് കരഞ്ഞു പോയതാണ് സത്യത്തിൽ. കാരണം നമ്മളെപ്പോലത്തെ ആൾക്കാർ പലപ്പോഴും ഭാരതത്തിനെ ഭാരതമാതാവായിട്ട് സങ്കല്പിക്കുന്നവരാണ്. ഈ നാടിനെ കർമ്മഭൂമിയും ജന്മഭൂമിയും എല്ലാമായി സങ്കല്പിക്കുന്നവരാണ്. മാതൃഭൂമി, ഇതിലത്തെ ഓരോ കല്ലും മണലും ഭാരതം എന്നാൽ പാരിൻ നടവിൽ കേവലം ഒരുപിടി മണ്ണല്ല എന്ന് പാടിപ്പഠിപ്പിച്ചവരാണ് നമ്മൾ. ആ ഭാരതത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത്, യുദ്ധത്തിനെ കുറിച്ച് സമയത്ത് അദ്ദേഹത്തിനോട് വളരെ മ്ലേച്ഛമായി സംസാരിച്ചൊരു പെൺകുട്ടി ശരിക്ക് അന്ന് അറസ്റ്റ് ചെയ്യേണ്ടതാണ്. വയോവൃദ്ധന, പക്ഷേ അന്ന് കൊടുത്തു. അത് തെറ്റായി പോയി എന്ന് മുഖത്തടിച്ചോണം കൊടുത്തതും ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച കേണൽ രവിയെ, മേജർ രവി, അദ്ദേഹം അത് വ്യക്തമായിട്ട് അന്ന് പറഞ്ഞു കഴിഞ്ഞു. അതല്ല പട്ടാളക്കാരോട് നടത്തേണ്ട പെരുമാറ്റം. ഈ നാടിനെക്കുറിച്ച് അറിയാവുന്ന, പട്ടാളക്കാരനുഭവിക്കുന്ന യാതനയും വേദനയും അറിയാവുന്ന, കഷ്ടപ്പാടും അറിയാവുന്ന ഒരു വ്യക്തിയുടെ മുമ്പിൽ അതല്ല ശരിയെന്ന് പറഞ്ഞുകൊണ്ട് മ്ലേച്ഛത്തരം വിളിച്ച് പറയാൻ താന്തോന്നിത്തരം കാണിച്ച ഒരു പെൺകുട്ടി നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനത്തെ നിരവധി ആൾക്കാർ, പെൺകുട്ടി മാത്രമല്ല നിരവധി ആൾക്കാർ അവരെ പഠിപ്പിച്ചു വിടുന്നവരുണ്ടല്ലോ. അതാണ് നമ്മുടെ നാട്ടിൻ്റെ അവസ്ഥ. ഞാൻ ആ വിഷയമായി കടക്കുന്നില്ല. ഏതായാലും കാർഗിൽ യുദ്ധം ഓർമ്മപ്പെടുത്തുന്ന ഈ ദിവസത്തിൽ അതിൽ പങ്കാളികളായ, ജീവത്യാഗം സഹിച്ച എല്ലാവർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അവരുടെ മുമ്പിൽ നമ്ര ശിരസ്കരാവുന്നു. പ്രണാമം, നമസ്കാരം. കരിമം രവീന്ദ്രൻ, സുബേദാർ കൂടിയായ വ്യക്തി, കരിമം റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് ക്ഷണിക്കുന്നു. അടുത്തതായി നെയ്യാറ്റിങ്കര ബ്രാഞ്ചിൻ്റെ പ്രസിഡന്റ് MK ജയചന്ദ്രൻ സാർ, സുബേദാർ ജയചന്ദ്രൻ സാർ.
അടുത്തത് സജി നായർ, MBA ഡയറക്ടറാണ്, ജേർണലിസം എല്ലാം ഉള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിനെ ക്ഷണിക്കുന്നു. ഇപ്പോൾ ഈശ്വര പ്രാർത്ഥന നടത്തിയ കുട്ടി സജി നായർ. അടുത്തത് നമ്മളെല്ലാവരും എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളതാണ്, ഏഷ്യാനെറ്റിലെ മുൻഷിയിൽ മുട്ടയായി അഭിനയിക്കുകയും വളരെയധികം പേരെടുത്ത ഹരീന്ദ്രകുമാർ, ഗിന്നസ് റെക്കോർഡ് കൂടിയുള്ള ആളാണ്. അദ്ദേഹത്തിനെ ക്ഷണിക്കുന്നു. കാണാത്തവരാരുമില്ല. ഏഷ്യാനെറ്റിലെ മുൻഷി. അടുത്തതായി ബാബു തട്ടാശ്ശേരി, കായംകുളമാണ്. വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തകനാണ്. പൊതുരംഗത്ത് ഒരുപാട് പ്രവർത്തിക്കുന്ന, പ്രത്യേകിച്ച് ജഡ്ജി പഞ്ചാബകേശൻ സാറുമായിട്ട് വളരെ കാലം ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. അടുത്തതായി ഓർഡിനറി ലഫ്റ്റനൻറ്റ് ജയന്തൻ സാർ, എക്സ് സർവീസസ് ലീഗ് സംസ്ഥാന ട്രഷററായിരുന്നു. എപ്പോഴും പൊതുപ്രവർത്തനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ്. ജയന്തൻ സാറിനെ ക്ഷണിക്കുന്നത്. അടുത്തതായി അനിൽ നജ്മുദ്ദീൻ. അദ്ദേഹം സിനിമകളിലും സീരിയലുകളിലും നിരവധി അഭിനയങ്ങളും അഭിനയിക്കുന്ന അനിൽ നജ്മുദ്ദീൻ. അടുത്ത സ്റ്റുഡിയോ റോഡിലുള്ള അശോക് കുമാർ സാർ, അദ്ദേഹം EMEയിലെ ക്ലർക്കായിരുന്നു. വളരെയധികം പ്രവർത്തനങ്ങളിൽ എല്ലാ കാലത്തും ഒരുമിച്ച് നിൽക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിനെ ക്ഷണിക്കുന്നത്. അടുത്തതായി ശാന്തിവിള വിനോദ്, ദീനദയാൽ സാംസ്കാരിക ചെയർമാൻ. 1985 ഇതിൻ്റെ BJP പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആൾ കൂടിയാണ് ശാന്തിവിള വിനോദ്. ആനത്താനൻ രാധാകൃഷ്ണൻ പൊതുരംഗത്ത് മാത്രമല്ല പത്ര ഏജൻ്റായിട്ടും നിരവധി എല്ലാവരുമായിട്ടും ബന്ധങ്ങളുള്ള, ഇപ്പോൾ ലോട്ടറി അസോസിയേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ്. കർഷക കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. എല്ലാ മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്ന ആനത്താനൻ രാധാകൃഷ്ണൻ. അടുത്തതായി ലക്ഷ്മൺ ആചാര്യ, കവിയാണ്, അഭിനയരംഗത്ത് മികച്ചു നിൽക്കുന്ന ആളാണ്. ആചാര്യ ഫിലിം സൊസൈറ്റിയുടെ സെക്രട്ടറിയാണ്, പ്രസിഡൻ്റാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. രജീഷ്, ആചാര്യ ഫിലിം സൊസൈറ്റിയുടെ സെക്രട്ടറി കൂടിയായ, നിരവധി പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്ന, ആചാര്യ ഫിലിം സൊസൈറ്റിയുടെ പരിപാടികൾക്ക് മുൻകൈ നിൽക്കുന്ന അദ്ദേഹത്തിനെയും ക്ഷണിക്കുന്നു. അതെ, വഴുതക്കാട് NCC മാനേജർ. ഓക്കെ, കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ആനത്താന രാധാകൃഷ്ണൻജിയെ ക്ഷണിക്കുന്നു. കാർഗിൽ ദിനാഘോഷത്തിൻ്റെ 26ാം വാർഷികം വിജയദിനമായി ആഘോഷിച്ച ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ഉദ്ഘാടകൻ ശ്രീ ശരത്ചന്ദ്ര പ്രസാദിനും അതിലെ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാന്യനായ കേണൽ RG നായർ സാർ,
നേമം പുഷ്പരാജേട്ടൻ, ഗോപാൽജി, വിളപ്പിൽ രാധാകൃഷ്ണൻ, ശാന്തിവിള പത്മകുമാർ, ശാന്തിവിള വിനോദേട്ടൻ, കരിമമ്മൻ രവീന്ദ്രൻ ചേട്ടൻ, നവനീത്, ശരണ്യ, ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ബഹുമാനീയ വ്യക്തികൾക്കും ആർദ്രമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ജവാൻ, ജയ് കിസാൻ.